അശ്വന്ത്, Yes, sir. എന്താണ് ഈ ഡൊമൈൻ എന്ന് പറഞ്ഞ സംഭവം? എന്താണ് ശരി? ഡൊമൈൻ എന്ന് Domain പറയുന്നത് extend values. ഒരു കുറച്ചും കൂടി ഭംഗിയാക്കി പറയാം, ആധികാരികത. The set of all first. വീഡിയോ ഓണാക്കൂ. പറയൂ. The set of all first elements of a ordered pair. ഓക്കെ, അങ്ങനെ പറയണം കേട്ടോ. നമ്മള് കേന്ദ്രീയ വിദ്യാലയത്തിൽ നിന്നും പഠിച്ചു വന്ന ആളാണ്. അപ്പോ ചോദിക്കുമ്പോ അതിന് വളരെ വ്യക്തമായിട്ട് ഉത്തരമുണ്ടാവണം. കേൾക്കണ്ട അശ്വന്ത്? അശ്വന്ത് വീഡിയോ ഓഫ് ചെയ്യരുത്, വീഡിയോ ഓഫ് ചെയ്യരുത്. എന്താ വീഡിയോ ഓഫ് ചെയ്യണേ? ഐഫോണായി മിന്നിപ്പോയി. അപ്പോ അശ്വന്ത് ഒരു കാര്യം എപ്പോഴും മനസ്സിലുണ്ടാവണം. അശ്വന്ത് മാത്രമല്ല, നിങ്ങളെല്ലാ ആൾക്കാരും ഇപ്പോ ഡിഫറെന്റ് സ്കൂളുകളിൽ നിന്നും വന്നിരിക്കുന്ന ആളുകളാണ് അല്ലെ. നമ്മള് പാരന്റ്സ് നിങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയൊരു സമ്പാദ്യം എന്ന് പറയുന്നത് അവര് LKG മുതൽ നല്ല സ്ഥലങ്ങളിലേക്ക് വിട്ടു, അല്ലെങ്കിൽ എല്ലാവരും. അപ്പൊ നിങ്ങൾ എവിടെയാണോ എങ്ങനെയൊക്കെയാണോ പഠിച്ചിരിക്കുന്നത് ആ രീതിയിൽ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് തന്നെ ആൻസർ പറഞ്ഞോളൂ കേട്ടോ. ഒരു കുഴപ്പമില്ല, നമുക്ക് അടിപൊളി സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ പോവാം. കേൾക്കണ്ട അശ്വന്ത്? Yes, sir. ഓക്കെ, അങ്ങനെ തന്നെ പൊക്കോട്ടെ കേട്ടാ. അടുത്തത് ചിന്മയി, എന്തായിരിക്കും റേഞ്ച് എന്ന് പറയുന്നത് ചിന്മയി? The set of all second elements in ordered pair. ഓക്കെ 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 ഓക്കെ. ഇനി നമുക്ക് ഈ റേഞ്ചും കോഡൊമൈനും തമ്മിൽ ഒരു ചെറിയ ഒരു റിലേഷൻ അല്ലേ. റേഞ്ചും കോഡൊമൈനും തമ്മിൽ ഒരു ചെറിയ റിലേഷൻ. അവന്തിക സുമോദ്, അവന്തിക സുമോദ്, അവന്തിക. ആദിദേവ് TJ. യെസ്, ഞാൻ മടങ്ങി വരാം. ഇപ്പൊ ആദിദേവിനോട് ചോദിക്കാം. ആദിദേവ്, സബ്സെറ്റ് ആണ് റേഞ്ച് കോഡൊമൈൻ. കോഡൊമൈന്റെ സബ്സെറ്റ് ആണ് റേഞ്ച്. ഓക്കെ ഓക്കെ ഓക്കെ, ക്ലിയർ അല്ല കേട്ടോ, ക്ലിയർ ആയിട്ടില്ല. ഓക്കെ 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 ഓക്കെ. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമുക്ക് അധികമൊന്നും ഈ ചാപ്റ്ററിൽ നിങ്ങളോട് ഓരോരുത്തരോട് ചോദിക്കണമെന്നുണ്ട്. ഇനി ട്രിഗണോമെട്രി വരട്ടെ. ട്രിഗണോമെട്രിക്ക് വരുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ചോദിച്ച് പോകാൻ പറ്റും. ധാരാളം കാര്യങ്ങൾ ട്രിഗണോമെട്രിക് ഫങ്ഷൻസിൽ പഠിക്കാനുണ്ട്. ഒത്തിരി സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് പഠിക്കാനുണ്ട് ട്രിഗണോമെട്രിയിൽ. എളുപ്പട്ടോ, 10ാം ക്ലാസ്സിൽ പഠിച്ചതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് വളരെ അടുക്കും ചിട്ടയോടും കൂടി വളരെ മനോഹരമായിട്ടാണ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിലും വളരെ ഗുണകരമാവുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ട്രിഗണോമെട്രി ഒക്കെ പഠിക്കുമ്പോൾ ഭയങ്കര എനർജി ആയിരിക്കണം, ഭയങ്കര പോസിറ്റീവായിട്ട് ഒത്തിരി സ്റ്റാൻഡേർഡ് റിസൾട്ട്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് അറിയാത്ത കുട്ടികൾക്ക് ആ ചാപ്റ്റർ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമുക്ക് ട്രിഗണോമെട്രി എടുക്കുന്ന അപ്രോച്ച്, നമ്മളുടെ ടീച്ചിങ് മെത്തേഡ് തന്നെ വളരെ വ്യത്യസ്തമായിരിക്കും. എഴുതി നമ്മൾ പഠിക്കും. ഒന്നുമില്ല കേട്ടോ, ഒന്നും കാര്യമായിട്ടില്ല. ഒരു കുറച്ച് റിസൾട്ടുകൾ പഠിക്കുക. ആ റിസൾട്ടുകൾ അതിന്റെ പ്രൂഫൊക്കെ പണ്ട് പ്രീ ഡിഗ്രിക്ക് ഉണ്ടായിരുന്നു. അതിന്റെ പ്രൂഫൊക്കെ ഇപ്പൊ +2 അതിന്റെ പ്രൂഫ് ഒന്നും വേണ്ടെന്നാ പറയുന്നത്. ഇപ്പൊ sin x + y, ഞാനൊക്കെ പഠിക്കുമ്പോൾ പ്രൂവ് ദാറ്റ് sin x + y, അതിന്റെ പ്രൂഫ് പഠിക്കണം നമ്മൾ. ഇപ്പൊ പ്രൂഫുകൾക്ക് ഇമ്പോർട്ടൻസ് കുറച്ച് ആ റിസൾട്ട് മാത്രം പഠിച്ചിട്ട് പ്രോബ്ലം ചെയ്തോളാനാണ് എല്ലാ ബോർഡും പറയുന്നത്. സ്റ്റേറ്റ്, CBSE, ICSE, ISE ഒക്കെ പറയുന്നത് പ്രൂഫിന്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഇനി വേണം എന്നുള്ള ആൾക്കാർക്ക് വീട്ടിലിരുന്ന് പഠിച്ചോളൂ, പ്രൂഫൊക്കെ പഠിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല, സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് ഒരു ചോദ്യത്തിലേക്ക് പോവുക. ആ ചോദ്യം ഞാൻ ഇവിടെ ബോർഡിൽ എഴുതും, ആൻസർ പറയാം, എന്നിട്ട് ഞാനൊരു ചോദ്യം ചോദിക്കും. ആ ചോദ്യത്തിന് ഉത്തരമാണ് അവന്തിക സുമോദ് പറയേണ്ടത്. കാരണം മോള് ലേറ്റ് ആയിട്ടായിരുന്നു വിളിച്ചിട്ട് വന്നത് അല്ലേ അവന്തിക? സർ, അത് 2 പ്രാവശ്യം കട്ടായി പോയി. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് റേഞ്ച് കൂടുതലുള്ള സ്ഥലത്തേക്കുള്ള ജിസ്മി ഉത്തരം പറഞ്ഞോളൂ കേട്ടോ. അവന്തിക കേട്ടിരുന്നോ? റെസ്റ്റ് എടുത്തോളൂ. ജിസ്മിയിലേക്ക് നമുക്ക് ചോദ്യം പേടിക്കില്ല. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഐഷയ്ക്ക് ചോദ്യം ചോദിക്കാത്തതിന് സങ്കടം ഉണ്ടോ? Let A equal to set 1, 2 and B equal to set 3, 4 and B equal to set 3, 4. ഞാൻ ഇതുകൂട്ടത്തെ ഒരു കണക്ക് നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങളോട് പറഞ്ഞു പോയാൽ
എന്താ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഒന്ന് ആലോചിച്ച് നോക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. Let A equals set 1, 2 and B equals set 3, 4. Find the number of relations. Find the number of relations. Find the number of relations. Find the number of relations from A to B. From A to B. ഇതൊരു ഇമ്പോർട്ടന്റ് ആൻഡ് ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ടിപ്പിക്കൽ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ മാത്സിൽ നമ്മൾ പറയില്ലേ പ്ലസ് ഇമ്പോർട്ടന്റ്. ടിപ്പിക്കൽ എന്ന് പറഞ്ഞ പ്രത്യേകതകളുള്ളതും അത് എല്ലാ കണക്കും എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകത ഉണ്ടാവും ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ. ഇപ്പൊ ഞാൻ എപ്പോഴും മാത്സിൽ അങ്ങനെ ടിപ്പിക്കൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ആ ക്വസ്റ്റ്യന് എന്തെങ്കിലും പ്രത്യേകതകളൊക്കെ ഉണ്ടാകുമെന്ന് നിങ്ങൾ ധരിക്കണം. അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ, പരീക്ഷാ ഹാളിൽ നിങ്ങൾ ഇരിക്കുന്ന സമയത്ത്, കൂൾ ഓഫ് ടൈമിൽ ഇരിക്കുന്ന സമയത്ത് ആ പേപ്പർ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, കൂൾ ഓഫ് ടൈം ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ അല്ലെ. കൂൾ ഓഫ് ടൈമിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അത് നമ്മുടെ തലയിൽ ഇങ്ങനെ അറിയാതെ കയറി പൊക്കോളും. അപ്പോ ഒരു കൺഫ്യൂഷനും നമുക്കുണ്ടാവില്ല. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്യാതെ, ചില പ്രോബ്ലത്തിനെ റെസ്പെക്ട് ചെയ്ത് പഠിക്കാതെ ഇരുന്നാൽ നമുക്കൊരു ആശയക്കുഴപ്പങ്ങളൊക്കെ വരാം. ഇത് ജിസ്മി എങ്ങനെയായിരിക്കും ഈ ചോദ്യത്തെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കാം. ജിസ്മി വീഡിയോ നോക്ക്. ഭയങ്കര റേഞ്ചിനൊക്കെ ആദ്യം എന്താ ചെയ്യുന്നത്? നമ്പർ ഓഫ് റിലേഷൻസിന് വേണ്ടിയിട്ട് ആദ്യം ജിസ്മി എന്ത് ചെയ്യും? A cross B. A cross B. Very good. Correct. Very good. Abhinav മോനെ, അഭിനവ് AM. A cross B എന്ന് പറഞ്ഞു മോനെ. A cross B is equal to 1 3 1 4 2 3 2 4. 1 3 1 4 2 3 2 4. Okay. ഈ ഉത്തരം ശരിയാണോ എന്ന് ജീവന് പറയാൻ പറ്റുമോ? ഇത് ശരിയാണോ? എ ക്രോസ് ബി അഭിനവ് എ പറഞ്ഞിരിക്കുന്നത് 1 3 1 4 2 3 2 4. ഇതുമായി മുന്നോട്ട് പോവാമോ? ശരിയാണെന്നാണ് പറയുന്നത്. ഓക്കെ, കുഴപ്പമില്ല. റിസാന റിയാസ്, ഈ ഉത്തരവുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ റിസാനയ്ക്ക്? മുന്നോട്ട് പോവാമെന്ന് പറയുന്നു. Then Sana, yes. Sir. Sana. Yes, sir. ഇത് ഇനി എങ്ങനെ കൈകാര്യം ചെയ്യാൻ സാധിക്കും സാറയ്ക്ക്? ഇനിയും സബ്സെറ്റ് എടുക്കണം. Find the number of relations from A to B എന്നാണ് കേട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം, എഴുതിക്കോളൂ. Since number of A cross B, ഇത് ശരിയാണ് കേട്ടോ. Since number of A cross B എടുക്കാം. Number of A cross B എന്ന് പറഞ്ഞാൽ 4 ആണ് കേട്ടോ. Number of A cross B equal to 4. ഇതൊരു ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒരു പ്രത്യേക രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യും. Number of A cross B എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോ ഇതിലെ number of subsets എഴുതും. The number of subsets of A cross B is the number of subsets of A cross B. Number of subsets of A cross B is എത്രയായിരിക്കും? A cross B is ചോദിക്കുന്ന ആൾ മാത്രം, അനഘ PS. The number of subsets of A cross B is അനഘ, പൗർണമി, പ്രദീപ്. പൗർണമി പറഞ്ഞോളൂ. The number of subsets of A cross B is 6 ആണ്. പൗർണമി ശരിക്കും ആലോചിക്കൂ. Number of subsets of A cross B is number of subset of A cross B is dash. എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടെ n of B എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പൊ the number of subset of A cross B is, ഇതിന് നമ്മൾ സബ്സെറ്റുകൾ എഴുതാൻ പഠിച്ചായിരുന്നു അല്ലെ.
A equal to set 1 2 ആണെങ്കിൽ how many subsets അതിൽ വരുമായിരുന്നു? എത്ര subsets അതിൽ വരുമായിരുന്നു? പൗർണമി. Okay, Ashwant. Yes, sir. A equal to set 1 2 എത്ര subset എഴുതിയായിരുന്നു? 4. എന്താണ് ഭയങ്കര ആശയക്കുഴപ്പം? പേരിൽ വന്നിപ്പാ ഡേറ്റ് അല്ല, അശ്വന്ത് ഇപ്പൊ പഠിക്കുന്നില്ല എന്ന് തോന്നുന്നു കൃത്യമായിട്ടൊന്നും. കഴിഞ്ഞ ചാപ്റ്ററുകളൊക്കെ ഇടയ്ക്ക് എത്ര മാർക്ക് കിട്ടിയായിരുന്നു മാത്സ് പരീക്ഷയ്ക്ക്? 13. അല്ല 13 എന്നാണ് എന്നോട് പറഞ്ഞത് അല്ലെ? 13. 13. അപ്പൊ അശ്വന്ത് എനിക്ക് തോന്നുന്നത്, എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്ഡേറ്റ് ആയിട്ട് തോന്നുന്നില്ല. അപ്പൊ കുറച്ചും കൂടി അപ്ഡേറ്റ് ആയിട്ട് വളരെ ഉഷാറോടുകൂടി പറയണം കേട്ടാ അശ്വന്ത്. ഇതില് A equal to set 1 2 ആണെങ്കിൽ നമ്മൾ പഠിച്ചു അല്ലെ, സബ്സെറ്റ് പഠിച്ചു. സെറ്റ് 1 അല്ലെ, സബ്സെറ്റ് എഴുതാൻ പറയുമ്പോൾ സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 1 to 5 അല്ലെ. അവിടെ ഒരു ഫോർമുല ഉണ്ടായിരുന്നു 2 raised to n എന്നുള്ള ഒരു ഫോർമുല അല്ലെ. A എന്ന് പറയുന്ന സെറ്റിനകത്ത് 2 elements ആണെങ്കിൽ നമ്മൾ നമ്പർ ഓഫ് സബ്സെറ്റ് എഴുതിയത് എത്രയായിരുന്നു? നമ്പർ ഓഫ് സബ്സെറ്റ് എഴുതിയത് 2 raised to n അല്ലെ, 2 square ആയിരുന്നു. 2 square 4. 3 ഉണ്ടായിരുന്നപ്പോൾ 3 A equal to set 1 2 3 3 എലമെന്റ്സ് സെറ്റിനകത്ത് വന്നപ്പോൾ നമ്മൾ 2 cube 8 എഴുതിയ ആൾക്കാരാണ് നമ്മൾ. സെറ്റ് 1 സെറ്റ് 2 സെറ്റ് 3 സെറ്റ് 1 1 3 അങ്ങനെ എഴുതിയ ആളുകളാണ്. അപ്പൊ ഇവിടെ 4 ആളുകളാണ് വന്നേക്കുന്നത്. A cross B 4 ആളുകൾ വന്നാൽ നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് A cross B is 2 raised to 4 ആയിരിക്കും. 2 raised to 4 2 raised to 4 എങ്ങനെയായിരിക്കും? 2 raised to 4 എഴുതാ? സെറ്റ് 1 3 മാത്രം എഴുതി. സെറ്റ് 1 4 സെറ്റ് 2 3 സെറ്റ് 2 4 സെറ്റ് 1 3 1 4 ആദ്യം സിംഗിൾ ആയിട്ടുള്ളത്, പിന്നെ ഡബിൾ ആയിട്ടുള്ളത്, പിന്നെ ട്രിപ്പിൾ ആയിട്ടുള്ളത്, പിന്നെ 4 ആയിട്ടുള്ളത്, അവസാനം നൾ സെറ്റ് ചെയ്തു അല്ലെ. അപ്പൊ അങ്ങനെ 16 പ്രാവശ്യം 2 raised to 4 ടൈംസ് ആയിരിക്കും നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് A cross B വരിക. അപ്പൊ ഏതാ? 2 raised to 4. Therefore the number of relations from ഐഷ ആലോചിച്ചിരിക്കണ്ട, ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം. 1 2 3 4 ചെയ്തപ്പോ 16 എലമെന്റ്സ് കിട്ടിയ ആൾക്കാരാണ്. അതുപോലെ തന്നെ 4 സെറ്റ് 1 3 1 4 സെറ്റ് 1 3 2 3 സെറ്റ് 1 3 2 4 അങ്ങനെ മാറ്റി മറിച്ച് 16 ടൈംസ് ചെയ്യണം. അപ്പൊ നമുക്ക് വലിയ വലിയ നമ്പറുകൾ വരുമ്പോ ഇത് എഴുതുക എന്നുള്ളത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല അല്ലെ. ഇപ്പൊ 64 എന്നാണ് 2 raised to 6 അല്ലെ. 64 ഒക്കെ വരുന്ന സിറ്റുവേഷനിൽ നമുക്ക് ഈ 64 എഴുതാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന പരീക്ഷകളിൽ സാധ്യമല്ല. അപ്പൊ നമ്മള് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളുടെ മനസ്സിനകത്ത് സൂക്ഷിച്ചു വെക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം A to B എന്ന് പറയുന്നത് 2 raised to number of A cross B ആയിരിക്കും. 2 raised to number of A cross B. 2 raised to number of A cross B becomes, ഇവിടെ 6 ആയിരുന്നുവെങ്കിൽ 2 raised to 6 ആണ്. ഇവിടെ 10 ആയിരുന്നുവെങ്കിൽ 2 raised to 10 ആണ്. ഇവിടെ 20 ആയിരുന്നുവെങ്കിൽ 2 raised to 20 ആണ്. ഇവിടെ 100 ആയിരുന്നുവെങ്കിൽ 2 raised to 100 ആണ്. അത്രയും ഒന്നും പരീക്ഷയ്ക്ക് എഴുതാനായിട്ട് നമുക്ക് സാധ്യമല്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതിന്റെ ലോജിക് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകണം. Your final answer is therefore the number of relations from A to B is 2 raised to 4. 2 raised to 4. 2 raised to 4. 2 raised to 4 എത്രയാണെന്ന് വെച്ചാൽ അത് എത്രയാണെന്ന് വെച്ചാൽ അത് അങ്ങ് എഴുതി വെക്കുക. 2 raised to 4 equal to സജല ഫാത്തിമ. 2 raised to 4 equal to സജല ഫാത്തിമ. സജല 16. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. 16 ആണ് യുവർ ആൻസർ കേട്ടോ, കറക്റ്റ് ആണ്. അപ്പോ അതൊന്ന് ശ്രദ്ധിക്കണം. ആദിദേവ് ടീച്ചർ, ഇസ് ഇറ്റ് ക്ലിയർ? ആദിദേവ്? യെസ് സർ. യെസ്. അപ്പൊ നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്കിൽ നമ്മളൊരു ഒരു പ്രോബ്ലം നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. അപ്പോ അത് ഞാൻ നിങ്ങളോട് നോക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് ഒന്നുകൂടി നിങ്ങളൊന്ന് വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ മനസ്സിലാവും. പേജ് നമ്പർ 36 ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവർ ഡൗൺലോഡ് ചെയ്തെടുക്കുക. പേജ് നമ്പർ 36 കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, നിങ്ങളോട് ചിന്തിച്ച് വരാനൊക്കെ പറഞ്ഞു. ഞാൻ ചോദ്യമൊക്കെ ചോദിച്ച് സമയം ഒരുപാട് കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. പേജ് നമ്പർ 36 ക്വസ്റ്റ്യൻ നമ്പർ 8 ഒരു പ്രാവശ്യം കൂടി നോട്ട്ബുക്കിൽ എഴുതാട്ടോ. പേജ് നമ്പർ 36 ക്വസ്റ്റ്യൻ നമ്പർ 8 ഒരു പ്രാവശ്യം കൂടി
ഈ ക്ലാസ് കഴിയുമ്പോ നോട്ട്ബുക്കിൽ എഴുതിയിട്ട് വേണം ഇതിന് ലെഫ്റ്റ് ആയി പോകാനായിട്ട് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. എഴുതിക്കോളൂ അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം എഴുതാട്ടോ. ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് 1 2 3 4 6 എന്നാണ് പറയുന്നത്. ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് 1 2 1 2 3 4 6. Let A equal to set 1 2 3 4 6. Let R be the relation on A. Let R be the relation. Let R be the relation. R be the relation on A. R be the relation on A defined by AB such that defined by AB such that AB belongs to A. AB belongs to A. AB belongs to A. B is exactly AB belongs to A, comma B is exactly divisible by A. Divisible by A. Divisible by A. Divisible by small letter A. B is exactly divisible by small letter A. Question number 1. Write R in roster form. Write capital letter R in. Write capital letter R in roster form. Question number 1. Question number 2. Find the domain of capital letter R. Find the domain of capital letter R. Find the domain of capital letter R. Number 3. Find the range of capital letter R. Find the range of capital letter R. Find the range of capital letter R. അപ്പൊ ഇതൊന്ന് ആലോചിച്ച് തന്നെ എഴുതാട്ടോ. എല്ലാവരും ഒന്ന് ആലോചിച്ച് നിങ്ങൾ അങ്ങനെ പരിശീലിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് കൂടുതൽ ഗുണകരമാകുള്ളൂ കേട്ടോ. എന്താ മോനെ? ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ അല്ലേ? ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ പറയുന്നത് റൈറ്റ് ക്യാപിറ്റൽ ലെറ്റർ ആർ ഇൻ റോസ്റ്റർ ഫോം. റൈറ്റ് ക്യാപിറ്റൽ ലെറ്റർ ആർ ഇൻ റോസ്റ്റർ ഫോം. ഉഷാറായിക്കോളൂ, ഉഷാറാവാ. 5 മിനിറ്റ് എല്ലാ കുട്ടികളും ആലോചിച്ചോളൂ, ആൻസർ എഴുതിക്കോളൂ. ഞാൻ ശല്യം ചെയ്യാതെ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഉണ്ട്, ശല്യം ചെയ്യണല്ലേ, നിങ്ങളുടെ ശ്രദ്ധയെ തെറ്റിക്കുന്നില്ല. വസുദേവ് എന്താ മോനെ, ആൻസർ ആയോ? ഓക്കെ, ഗുഡ്. ഞാൻ അതുകൊണ്ടാണ് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാണ്ടിരിക്കുന്നത്. നമുക്ക് ഇങ്ങനെ മാത്സ് പഠിച്ചാലാണ് നിങ്ങൾക്ക് ഗുണം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാട്ടോ, അല്ലാതെ എനിക്കിപ്പോ വെറുതെ നിൽക്കാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ ചോദ്യം എഴുതി, ഞാൻ തന്നെ ആൻസർ എഴുതി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളുടെ പ്രശ്നങ്ങളും ഒക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. Then അനുലക്ഷ്മി മോളെ തീരുമാനമായോ? Yes sir. ആയി. ഓക്കെ, ഗുഡ്. സന വിടുന്നില്ല സർ. Then ആദിദേവ് ടീച്ചേ കഴിഞ്ഞു. അശ്വത് വേണു കഴിഞ്ഞു, തീരുമാനമായി? കഴിഞ്ഞില്ല, ചെയ്തോണ്ടിരിക്കാം അല്ലേ? ഓക്കെ. ഐഷ മോളെ എന്തായി അവസ്ഥ? ഐഷയുടെ കഴിഞ്ഞോ? അഭിനവ് AM സർ കഴിഞ്ഞു, ശരിയാണോന്നറിയില്ല. അഭിനവ് TV, ചിന്മയി കഴിഞ്ഞു സാർ, ശരിയാണോന്നറിയില്ല. പൗർണമി യെസ് സർ കഴിഞ്ഞു. ലക്ഷ്മി ഓക്കെ, ലക്ഷ്മി. അരുണിമ സർ ചെയ്തോണ്ടിരിക്കുക അല്ലേ? ആയിക്കോട്ടെ. നമ്മുടെ കൃഷ്ണ പ്രദീപിന്റെ കയ്യിലുണ്ടാവല്ലോ,
ഇല്ല സർ, ബസ് ഇത്രയും കൂടി ഉണ്ട്. എന്താ? കഴിഞ്ഞിട്ടില്ല സർ. നമുക്ക് അഭിനവ് എമ്മിന്റെ അടുത്ത് ഈ ചോദ്യം അങ്ങ് ചോദിച്ചു, അവന്റെ എഴുതി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അഭിനവ് എം മറുപടി പറയാം. യെസ് സർ. പറഞ്ഞോളൂ, മോന് കിട്ടിയിരിക്കുന്ന, മോൻ ധരിച്ചു വെച്ചിരിക്കുന്നതുമായ കാര്യങ്ങൾ പറയാം. സർ, റോസ്റ്റർ ഫോം R is equal to set. മുമ്പ് എന്റെ ചോദ്യം ഞാൻ പറയട്ടെ. എന്റെ ക്വസ്റ്റ്യൻ എന്താണ്? മോൻ ഈ ചോദ്യത്തെ ധരിച്ചു വെച്ചിരിക്കുന്നത്, മനസ്സിലാക്കിയിരിക്കുന്നത് എന്താ? പറഞ്ഞോളൂ. സർ, R എന്ന് പറയണത് AB അത് വരും. അതില് A കൊണ്ട് B നെ ഡിവൈഡ് ചെയ്യാൻ പറ്റണം. B is exactly divisible by A. അപ്പൊ നമുക്ക് ആരുമായിട്ടായിരിക്കണം നമ്മളുടെ കണക്ഷൻ വേണ്ടത്? ആരുമായിട്ടായിരിക്കണം? അല്ലേ? അല്ലേ? എ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ്സിനെ മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു റോസ്റ്റർ ഫോം ആകണം നമ്മളുടേത്, അല്ലേ? യെസ് സർ. അപ്പോൾ ഒന്നാമത്തെ പോയിന്റിലേക്ക് കിടക്കാം. പറഞ്ഞോളൂ അഭിനവ് എ. സർ, R is equal to 1 2 1 3 1 4. 1 2 1 3 എന്ന് പറയും, അല്ലെ? 1 2 1 3 എന്നാണ് നമ്മൾ തുടങ്ങിയത്. മോന് പറയാനുള്ളതൊക്കെ പറ. സർ, 1 2 1 3 1 4 1 6 2 4 2 6 3 6. ഇത്രയൊക്കെയാണ് മോന് കിട്ടിയ ആൻസർ. ഓക്കെ. ഐഷ, ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ റെഡിയാണോ? എന്നാണ് ഐഷ പറയുന്നത്. ഇതുമായിട്ട് കൊച്ചു ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ പുള്ളിക്ക് റെഡിയല്ല ഐഷയ്ക്ക്. ഐഷ എങ്ങനെയായിരിക്കും ഐഷ മുന്നോട്ട് പോകാം? 1 1 1 2 1 3 1 4 1 6. ഐഷ ഐഷ പറയുന്നത് ഞാൻ ബോർഡിലേക്ക് അങ്ങ് എഴുതും. ഐഷ പറഞ്ഞു. 1 1 1 2 പിന്നെ 1 3 പിന്നെ 1 4 പിന്നെ 2 2 പിന്നെ 2 2 2 4 2 6 പിന്നെ 2 6 2 3 അല്ല 3 3 3 3 3 പിന്നെ 3 6 പിന്നെ 4 4 പിന്നെ 6. ഓക്കെ. ഇതാണ് ഐഷ എനിക്ക് പറഞ്ഞു തന്ന സംഭവം. ഇത് ശരിയാണോ എന്നാണ് നമുക്ക് വിലയിരുത്തേണ്ടത്. ഐഷ പറഞ്ഞ കാര്യം 1 1 1 2 1 3 1 4 1 6 2 2 2 4 2 6 3 3 3 6 4 4 6 6. അൽ അഫീഫ്, ശരിയാണോ തെറ്റാണോ? അൽ അഫീഫ്, ശരിയാണോ തെറ്റാണോ? ശരിയല്ലേ? ശരിയാണെന്നാണ് പറയുന്നത്. ശരിയല്ലേ എന്നാണ് ചോദിക്കുന്നത്, അല്ലേ എന്നാണ് ചോദിക്കുന്നത്. എന്നോടായി ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിച്ചപ്പോ ഇങ്ങോട്ടായി ചോദ്യം. ഓക്കെ, അർജുൻ എന്താ? എന്നെ കാണും, ഞാൻ വരും ഇപ്പൊ തന്നെ. ഞാൻ എല്ലാവരും ഈ സ്ക്രീനിൽ എല്ലാവരുടെയും പേര് വരാത്തോണ്ടാണ്, ഞാൻ ഒന്ന് ബാക്ക് എടുത്ത് വന്നതാണ്. ഞാൻ വരും, ഞാനിപ്പോ തന്നെ ഫ്രണ്ടില് കേട്ടാ. ഓക്കെ. അല്ലഫീഫ്, അരുണിമ കേസ്, അരുണിമ സർ എനിക്ക് കിട്ടിയില്ല. ഓക്കെ, ഗുഡ്. പാർത്ഥസാരഥി, പാർത്ഥസാരഥി ഇതുമായി മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടോ? ശരിയാണ്. ആദിദേവ് ടി ജെ, ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ? ഓക്കെ ആണോ തെറ്റാണോ? ഓക്കെ ആണ്. ഓക്കെ അടിച്ചിരിക്കുകയാണ് ആദിദേവ്. ജിസ്മിയോ? സർ ജിസ്മിക്ക് ഇത് ശരിയാണെന്നാണ് പറയുന്നത് അല്ലേ?
അതെ. ശരിയാണ്. എന്തുകൊണ്ട് ജിസ്മി ഇത് ശരി എന്നുള്ള ഉത്തരത്തിലേക്ക് എത്തിച്ചു? ജിസ്മി ശരിയാണെന്ന് പറഞ്ഞു. അത് ക്വസ്റ്റ്യനില് AB belongs to and B is exactly divisible by A എന്ന് പറഞ്ഞിട്ടില്ലേ? ഓക്കെ, ഗുഡ്. ശ്രദ്ധിക്കട്ടോ. അപ്പോ ഐഷ പറഞ്ഞ ഉത്തരം നമ്മളങ്ങ് ഉറപ്പിക്കാണ്, ശരിയാണെന്ന് അങ്ങ് ഉറപ്പിക്കാം. ഓക്കെ, B is exactly divisible by A എന്ന് പറഞ്ഞു. B is exactly divisible by A. B is exactly divisible by A എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തായിരിക്കണം? B by A ആയിരിക്കണം. B by A 1 1 അല്ലേ? 1 by 1 ഓക്കെ ആണ്. 2 by 1 2 ആണ്. 1 by 3 1,3 3 by 1 1,4 4 by 1 1,6 6 by 1. B by A is divisible. 2 by 2 2 4 4 by 2 2 6 6 by 2 3 3 3 3 by 3 1 3 6 6 by 3 4 4 4 by 4 6 6 6 by 6. അഭിനവ് AM ഇപ്പോ മോന്റെ ആ പ്രശ്നങ്ങളൊക്കെ മോനെ മനസ്സിലാക്കാൻ സാധിച്ചില്ലേ? യെസ് സർ. യെസ്. അപ്പൊ ഇത് ശരിയാണ് കേട്ടോ. B is divisible. B is exactly divisible by A. വസുദേവ്, ഇതിന്റെ ഡൊമൈൻ എന്താണെന്ന് പറയാ? വസുദേവ്, ഇതിന്റെ ഡൊമൈൻ ഒന്ന് പറയൂ. Domain equal to set 1 2 3 4 6. 1 2 3 4 6 അല്ലേ? 1 2 3 4 6 ഇത് ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ അല്ലേ? ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതിന്റെ ഡൊമൈൻ. ചിലർ ഈക്വൽ ടു എന്നും കൂടി എഴുതാറുണ്ട്. വേണമെങ്കിൽ എഴുതാം ഈക്വൽ ടു ക്യാപിറ്റൽ ലെറ്റർ എന്ന്. റേഞ്ച് വിവേക്, റേഞ്ച് എന്ന് പറഞ്ഞ വിവേക്, റേഞ്ച് 1 2 3 4 6 1 2 3 4 6 അല്ലേ? 1 2 3 4 6 തന്നെയാണ് ഇതിന്റെ ഡൊമൈനും റേഞ്ചുമായിട്ട് വരുന്നത്. ഓർഡേഡ് പെയറിലെ ഫസ്റ്റ് എലമെന്റുകളെയൊക്കെ നമുക്ക് ഡൊമൈൻ എന്നും ഓർഡേഡ് പെയറിലെ സെക്കൻഡ് എലമെന്റുകളെയൊക്കെ നമുക്ക് റേഞ്ച് എന്നുള്ള വിഭാഗത്തിലേക്ക് മാറ്റാമെന്ന് നമ്മൾ ഇതിനു മുമ്പ് വളരെ വ്യക്തമായി പഠിച്ചു. അപ്പൊ റെഡിയാണ്, എല്ലാവരും സെറ്റായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സെറ്റ് ആവാന്ന് പറഞ്ഞാൽ ന്യൂജൻ വാക്കാണല്ലോ അല്ലെ? ചാപ്റ്റർ സെറ്റ് അല്ല, ഓക്കെ എന്നുള്ള അർത്ഥമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? ഇതൊരു ആശ്വാസമായിരിക്കും. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാൽ എങ്ങനെ ഉണ്ടായിരിക്കും? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഒറ്റ കാര്യം തുടങ്ങിയപ്പോ പറഞ്ഞായിരുന്നു, നമ്മൾ ചോദിക്കുമ്പോഴേക്കും നിങ്ങൾ ഓക്കെ പറഞ്ഞോ? ഓക്കെ എന്ന് പറഞ്ഞാൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. പോവാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ നാണം കെടും കേട്ടോ. പോവാൻ പറ്റും എന്ന് പറയണം, പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ കുടുങ്ങും. അപ്പോ അത് വളരെ പ്രശ്നം. എന്തായാലും നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. പിന്നെ അത് അങ്ങനെ ചോദിക്കുന്നുള്ളൂ കേട്ടോ. പറ്റില്ല, പോവാൻ പറ്റില്ല എന്ന് പറയരുത്, പോവാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ. Let R be the relation. അടുത്ത ക്വസ്റ്റ്യൻ. Let R be the relation on Z. Let R be the relation on Z. Let R be the relation on Z. Defined by R equal to. Defined by R equal to AB. R equal to AB. R equal to AB such that AB belongs to Z. AB belongs to Z. Comma A minus B is an integer. A minus B is an integer. A minus B is an integer. Find the domain and range of capital R. Find the domain and range of capital letter R. Find the domain and the range of capital letter R. ഇത് കൂട്ടി ഒന്ന് ആലോചിച്ചേ. അപ്പൊ നമുക്ക് അങ്ങനെ ആലോചിച്ചു എന്ത് രസമായിട്ടാണ് കാര്യങ്ങൾ നീങ്ങണേ. ഒന്ന് ആലോചിക്കാം. ചോദ്യം ഒരു 2 പ്രാവശ്യം വായിക്കുക. 2 times ഒന്ന് ചോദ്യം വായിക്കുക. ചോദ്യത്തെ നന്നായി പഠിക്കുക. എന്നിട്ട് ആൻസറിലേക്ക് പോകുമ്പോ പടാന്ന് പറഞ്ഞ ആൻസർ റെഡി ആയിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഹയർ ക്ലാസ്സുകളിൽ മാത്തമാറ്റിക്സിന്റെ സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അല്ലാതെ ചോദ്യം എഴുതി ഉത്തരം ആൻസർ ഞാൻ തന്നെ എഴുതിയിട്ട് ഒരു കാര്യമില്ല.
ആലോചിച്ചോളൂട്ടോ, എല്ലാ കുട്ടികളും ആലോചിച്ചോ. ഭദ്ര PB ആലോചിച്ച് കഴിഞ്ഞോ? ഭദ്ര? നോ സർ. നോ സർ. ഓക്കെ, വേഗം ആലോചിച്ചോ ഭദ്ര. റിമിതയുടെ ആൻസർ ആയി കഴിഞ്ഞ് റിമിത റെസ്റ്റ് എടുക്കാണോ? റിമിത റെസ്റ്റ് എടുക്കാണ്? അവന്തിക സുമോദന്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞോ? യെസ് സർ. ആൻസർ കിട്ടി. യെസ് സർ. ആയിക്കോട്ടെ, വെരി ഗുഡ്. ആൻസർ ശരിയാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. മറ്റുള്ളവർ ഒന്ന് ചെയ്തോളട്ടെ, നമ്മളൊന്ന് റിലാക്സ് ചെയ്ത് അവിടെ കൂളായിട്ട് ഇരുന്നോളൂ. ഓക്കെ ഓക്കെ അവന്തിക? ഓക്കെ സർ. ഓക്കെ, 2 മിനിറ്റ് കൂടി ആലോചിക്കാനും ചെയ്യാനുള്ള സമയം അനുവദിച്ചിരിക്കുന്നു. സാറ് ചെയ്തു. ഓക്കെ ഓക്കെ ഓക്കെ, ഗുഡ്. ഓക്കെ, ഗുഡ് ഗുഡ്. നമുക്ക് ശ്രദ്ധിക്കാം. ആരോടൊപ്പം ചോദിക്കാം? എന്നോട് ഒരിക്കലും ചോദിക്കില്ല എന്ന് പറയുന്ന ആരുള്ള ഇതിനകത്ത്? എല്ലാവരോടും ഞാൻ ചോദിക്കാറുണ്ട്, എങ്കിലും ശിവാനി മോളെ ഒന്ന് പറഞ്ഞു. ശിവാനി ഏഞ്ചൽ ഒന്ന് റെഡി ആയിക്കോ. ശിവാനി ഏഞ്ചൽ. ശിവാനി പറഞ്ഞ വീഡിയോ ഓണാക്ക്. ശിവാനി ഓണാണ്. ഇപ്പോഴാണ് ക്ലിയർ ആയത്. ശിവാനിക്ക് ഇതിന്റെ ആൻസർ പറയാൻ എന്നോട്. പിന്നെ തെറ്റാനൊന്നും കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ ക്ലാസ്സുകൾക്ക് തെറ്റിന്ന് വെച്ച് നിങ്ങൾ ചൂടാവുക, ചീത്ത വിളിക്കുക, അങ്ങനെയൊന്നുമില്ല. നമ്മൾ ആസ്വദിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് സബ്ജക്ട്. ശിവാനി പറഞ്ഞോളൂ. ശിവാനി പറയുന്നത് ആ ഉത്തരം ശരിയാണോ, Z ആണോ എന്നാണ് ചോദിക്കുന്നത്. ഏഞ്ചൽ? യെസ് സർ. ഏഞ്ചൽ വളരെ ആധികാരികമായിട്ട് തന്നെയാണ് അത് പറയുന്നത്. യെസ് സർ. ഓക്കെ, ജിസ്മിയിലോട് ചോദിച്ച് നമുക്ക് അതിന്റെ വെരിഫിക്കേഷൻ കഴിഞ്ഞ് ഈ ചോദ്യത്തിൽ നമുക്ക് പുറത്ത് കിടക്കാം. ജിസ്മി അത് എസ് സമ്മതിച്ചു, എസ് അടിച്ചു. അപ്പൊ നോക്കൂ, ഡൊമൈൻ എന്ന് പറയുന്നത് എന്താണ് എന്നാണ് എന്റെ ചോദ്യം. ഇവരെല്ലാവരും Z എന്നാണ് പറയുന്നത് അല്ലെ? Z എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ AB ബിലോങ്സ് ടു Z ആണ് അല്ലെ? AB ബിലോങ്സ് ടു Z ആണ്. AB ബിലോങ്സ് ടു Z ആണ്. അതായത് ഇന്റിജർ ആണ്. പോസിറ്റീവ് ഇന്റിജറും വരാം, നെഗറ്റീവ് ഇന്റിജറും വരാം. പിന്നെ Z+Z- എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോ A-B ഈസ് ആൻ ഇന്റിജർ എന്നുള്ള റിലേഷൻ സാറ്റിസ്ഫൈഡ് ആകുമ്പോ എക്കും ബിക്കും നമുക്ക് വാല്യൂസ് കൊടുത്ത സ്വാഭാവികമായിട്ടും എന്തെന്നെ കിട്ടുള്ളൂ? Z തന്നെ കിട്ടുള്ളൂ. അപ്പൊ ഡൊമൈൻ എന്ന് പറയുന്നത് Z എന്നുള്ള ആൻസറിലേക്ക് നമുക്ക് പോകാനായിട്ട് ഡൊമൈൻ ഓഫ് ഈ പ്രോബ്ലം കേട്ടോ, ഡൊമൈൻ Z എന്നാണ്. റേഞ്ചും എന്തെന്നെയായിരിക്കും മക്കളെ? റേഞ്ചും എന്തെന്നെയായിരിക്കും? പറയൂ, റേഞ്ചും എന്തെന്നെയായിരിക്കും? ഡൊമൈനും റേഞ്ചും ഇതന്നെ. ഇത് മനസ്സിലായോ? വസുദേവിന് മനസ്സിലായോ? മനസ്സിലായി. ഫ്രീന് മനസ്സിലായോ? ഫ്രീൻ? യെസ് സർ. നിമിത, വിവേക് ക്ലിയർ ആണോ? ആദിത്യനെ കൃഷ്ണ പ്രദീപ്, അഭിരാം മിണ്ടുന്നില്ലാട്ടോ നിങ്ങളൊക്കെ. അഭിഷേക് ക്ലിയർ ആണോ? അഭിഷേക്? മരിയ? യെസ് സർ. അഭിനവ്? യെസ് സർ. ഇതാൽ? യെസ് സർ. ഓക്കെ. ഹസ്ന? യെസ് സർ. റിസാന? യെസ് സർ. ചിന്മയി? ഓക്കെ. ചിന്മയി? യെസ് സർ. Then അശ്വന്ത്? യെസ് സർ. നീ വീഡിയോ ഓഫ് ചെയ്തോ? വീഡിയോ ഓഫ് ചെയ്തായിരുന്ന? എന്താണ് കാരണം? അത് വീഡിയോ ഓഫ് ചെയ്യരുത് കേട്ടാ. ഞാൻ ഒറ്റയ്ക്കാ ഇവിടെ ക്ലാസ് കേൾക്കണ്ടോ? ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളോട് അങ്ങനെ, നമുക്കൊരു ഓൺലൈൻ ക്ലാസ് ആണെങ്കിലും ഒരു ഓഫ്ലൈൻ സിറ്റുവേഷനിൽ നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റണം. അല്ലാതെ വീഡിയോ മൊത്തം ഓഫ് ചെയ്തിട്ട് ഞാൻ മാത്രം ഒന്ന് ചോദ്യം പറഞ്ഞു ഉത്തരം എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റില്ല. നിങ്ങൾക്കും ബോറായിരിക്കും, എനിക്കും ബോറായിരിക്കും. പിന്നെ അങ്ങനെയല്ല പഠിക്കേണ്ടത്, ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിൽ പതിയുക. അപ്പൊ ദയവായിട്ട് ഫുൾ റേഞ്ച് നെറ്റിനൊന്നും അവൈലബിലിറ്റിക്കൊന്നും ഒരു പ്രശ്നമില്ലാത്ത കുട്ടികൾ
നിർബന്ധമായിട്ടും വീഡിയോ ഓൺ ആക്കുക. കാരണം നിങ്ങളെ കണ്ടുകൊണ്ട് ക്ലാസ് എടുക്കുന്നതിന്റെ ഒരു സുഖം ഒന്ന് വേറെയാണ്. അല്ലാതെ ഞാനൊരു ക്യാമറയെ നോക്കിയിട്ട് ചുമ്മാ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തർത്ഥമാണുള്ളത്? അപ്പോ നിങ്ങളെ കണ്ടുകൊണ്ട് നെറ്റിന് ഒരു കുഴപ്പമില്ല, അവൈലബിലിറ്റി ഉണ്ട്, വൈഫൈ ഒക്കെയാണ് എന്നുള്ള കുട്ടികൾക്ക് എപ്പോഴും വീഡിയോ ഓൺ ആക്കാവുന്നതാണ്. അശ്വന്തിന്റെ കയ്യില്, അശ്വന്തിന്റെ വീട്ടില്, ഇപ്പോ താമസിക്കുന്ന വീട്ടില് വൈഫൈ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരിയല്ലേ? ഓക്കെ. ആദ്യത്തെ ടീച്ചർ ഓക്കെ അല്ലേ? യെസ് സർ. യെസ് സർ. ഇനി ചോദിക്കാത്ത ആൾക്കാരോട് നമുക്ക് അടുത്ത ഇതിലേക്ക് ചോദിക്കാം. ഇനി ഒരു ചോദ്യത്തിന്റെ ഉത്തരം, ഒരു ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് ആശയക്കുഴപ്പങ്ങളുള്ള ഒരു ചോദ്യമായിരുന്നു. നമുക്ക് ആ ഹോംവർക്കിലേക്ക് ഒന്ന് പോയിട്ട് മടങ്ങി വരാം. ശ്രദ്ധിക്കാം, എഴുതിക്കോളൂ. ദ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് across A, the Cartesian product across A, the Cartesian product across A has 9 elements, among which are found -1, 0 and 0, 1. -1, 0 and 0, 1. -1, 0 and 0, 1. Find the set A. Find the set A and the remaining element of. Find the set A and the remaining elements of. Remaining elements of across. ഒന്ന് ആലോചിച്ചോളൂ കേട്ടോ. ശരിയായ ചിന്ത, ആ ശരിയായ ചിന്തയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ചോളൂ. ഒരിക്കൽ കൂടി ഹോംവർക്ക് കിട്ടാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു വട്ടം കൂടി ആലോചിക്കാം. കിട്ടാത്ത കുട്ടികൾക്ക് ഒരു പ്രാവശ്യം ആലോചിക്കാം. കിട്ടിയായിരുന്നോ അനുലക്ഷ്മി? യെസ് സർ, കിട്ടിയിരുന്നു. ചിന്മയി കിട്ടിയായിരുന്നോ? യെസ് സർ. കിട്ടിയിരുന്നു. അഭിനവ് AM കിട്ടിയിരുന്നോ? യെസ് സർ. അശ്വന്ത് ചെയ്തിരുന്നോ ഹോംവർക്ക്? യെസ് സർ. കിട്ടിയിരുന്നു. കിട്ടി. ഓക്കെ. ഐഷ വീഡിയോ ഓണാക്കൂ. ഐഷ ഓണാണ്. ഐഷയ്ക്ക് ആധികാരികമായി ഇതിനെ കുറിച്ച് സംസാരിക്കാം. ഇതിനെക്കുറിച്ച് സംസാരിക്കാം എന്നാണ് പറഞ്ഞത്. ആധികാരികമായി ഞാനൊരു പ്രാസം പറഞ്ഞതാണ്. പ്രാസം അത് കേട്ട് പേടിച്ചു. അതാണ് മനസ്സിലാവാണ്ടിരുന്നത്. ആധികാരികമായി സംസാരിക്കാൻ പറഞ്ഞപ്പോ പേടിച്ച് ഒരു പ്രാസം പറഞ്ഞതാണ് കേട്ടോ. ഒരു നാട്ടുഭാഷ, ആധികാരികം കേട്ടോ. പറഞ്ഞോ ഐഷ. ആൻസർ പറഞ്ഞാ മതിയാ? ആൻസർ പറഞ്ഞാ മതി. ആധികാരികമായി സംസാരിക്കാൻ പറയുമ്പോ മനോഹരമായിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളും പറയുക എന്നുള്ള ഒരു അർത്ഥം കൂടിയില്ലേ? ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ക്രോസയില് 9 എലമെന്റ്സ് ഉണ്ട്. 9 എലമെന്റ്സ് ഉണ്ട്. ഓക്കെ, സമ്മതിച്ചു. അതില് 2 എണ്ണം തന്നിട്ടുണ്ട് ക്രോസ് ചെയ്തിട്ട്. ശരിയാണ്. ബാക്കി 7 എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിൽ തന്നെ കണ്ടുപിടിച്ചോ. അപ്പ പറയട്ടെ ഉത്തരം? ധൈര്യപ്പെട്ട് പറ. ഏതുള്ളില് ക്രോസ് ചെയ്തും പറഞ്ഞിട്ട് 2 എണ്ണം തന്നതിന്റെ ഉള്ളിലുള്ള എല്ലാ എലമെന്റ്സും എയിലുള്ളതാണ്. വെരി ഗുഡ്. അതുകൊണ്ട് അതിന്റെ ഉള്ളിലുള്ള 3 എലമെന്റ് നമ്മ A ആയിട്ടെടുത്ത് -1, 0, 1.
എന്നിട്ട് അത് അപ്പുറത്തിപ്പുറത്തിട്ട് ക്രോസ് ചെയ്യുമ്പോൾ 9 കിട്ടും. Good. Very good. Okay, then Vasudev. Yes, sir. ഈ ഐഷ പറഞ്ഞതൊക്കെ ശരിയാണോ? Yes, sir. ശരിയാണെന്നാണ് പറയുന്നത്. ആദിദേവ് TJ? Yes, sir. ഐഷ പറഞ്ഞതൊക്കെ ശരിയാണോ? അതോ ഐഷ രാവിലെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാണോ ഇതിന്റെ ഉത്തരം ശരിയാണോ? ശരിയാണ് സർ. ശരിയാണെന്ന് ഉറപ്പിക്കാണ്. ശരിയാണ്. ഐഷ പറഞ്ഞതിനോട് ഞാനും യോജിക്കുകയാണ്. എന്താ ചെയ്യപ്പോ ഐഷ പറഞ്ഞു പോയില്ലേ? ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ചോദ്യം ശരിക്കും വായിച്ചു നോക്കാം. ചില കുട്ടികൾക്ക് ഇച്ചിരി പ്രയാസങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞില്ലേ, മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്ട് പഠിക്കുമ്പോൾ ചോദ്യത്തെ നല്ല രീതിയിൽ പഠിക്കണം. ചോദ്യത്തെ നല്ല രീതിയിൽ വായിച്ച് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയാലാണ് നമുക്ക് നല്ല രീതിയിൽ അല്ലെങ്കിൽ അതിവേഗത്തില് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ അവകാശപ്പെടുന്നു the Cartesian product A cross A has 9 elements. That is the big twist. A cross A has 9 elements. അതാണ് ഈ കണക്കിലെ ഒന്നാമത്തെ ട്വിസ്റ്റ്. A cross A has 9 elements among which are found -1 0 and 0 1. അവിടെയും നമുക്ക് ഐഷ ഭംഗിയായി തന്നെയാണ് അതിന് ഉത്തരം പറഞ്ഞത്. വളരെ മനോഹരമായിട്ട് അതിന്റെ ആൻസർ പറഞ്ഞത്. ഇന്നത് വന്നത് കൊണ്ട് നമുക്ക് എ എന്ന് പറയുന്നത് ഇന്നതാകാം എന്ന കുട്ടി അടിവരയിട്ട് പറയുണ്ടായി. അപ്പോ among which are found -1 0 and 0 1. Find the set A. Set A നമ്മളോട് ചോദിച്ചിട്ടുണ്ട് അല്ലെ. Find the set A and the remaining elements of A cross A. അല്ലെ, and the remaining elements of A cross A. അപ്പൊ ഇവിടെ നമ്പർ ഓഫ് A cross A equal to 9 ആണെങ്കിൽ നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ് നമ്പർ ഓഫ് എ എന്ന് പറയുന്ന 3 എലമെന്റ്സ് ആയിരിക്കും. കാരണം നമുക്ക് ഈ തന്നിരിക്കുന്ന ഓർഡേർഡ് പെയേഴ്സുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് എ എന്ന് പറയുന്നത് -1 0 1 അടങ്ങുന്ന ഫാമിലി ആണ് എന്ന് നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്. അപ്പൊ നമുക്ക് എഴുതാം എ ഈക്വൽ ടു, ഒരുപാട് എസ്സേ പോലെ ആൻസർ ഒന്നും ഞാൻ എഴുതുന്നില്ല, ജസ്റ്റ് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. -1 0 1 ആണ്. ഇനി ഇവിടെ -1 0 0 1 തന്നിരിക്കുന്നു. റിമൈനിങ് എലമെന്റ്സുകളുടെ ഇത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ across A the remaining, അപ്പൊ എഴുതിക്കോളൂ, the remaining elements of set A across A are the remaining elements of set A across A are -1 -1 -1 -1 -1 -1 1 -1 1 0 -1 0 -1 0 0 0 -1 0 0 1 -1 1 -1 1 0 and 1 1 1 0 and 1 1. ഇങ്ങനെ നമുക്ക് അത് റിമൈനിങ് ആയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. ബാക്കി 1 2 3 4 5 6 7 ഇവിടെ അറിയാതെ കൈ ഇങ്ങനെ വന്നേക്കുന്നതാണ്. 1 -1 1 -1 ഇവിടെ 1 0 1 0. ഇത് ഈ കോമ ഈ ഡിജിറ്റൽ ബോർഡ് ആയതിന്റെ ഒരു കുഴപ്പമാണ്. 1 0 1 1 1 1. ക്ലിയർ അല്ലേ? Yes, sir. ക്ലിയർ അല്ലേ മക്കളെ? എല്ലാവരും ഓക്കെ? ഓൾസോ ജസ്റ്റ് എല്ലാവരും പേരൊന്ന് വായിക്കാണ്, എല്ലാവരും ഒന്ന് റിയാക്ട് ചെയ്യണം. എനിക്കൊരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. അഭയ് കൃഷ്ണ ഓക്കെ? ഞാൻ നിർബന്ധിച്ചു ഓക്കെ പറയുന്നതല്ലോ, ഓക്കെ തന്നെയല്ലേ? അഭിനവ് AM? Yes, sir. Okay ആണ്. വെരി ഗുഡ്. അഭിനവ് TV? ആദിദേവ് TJ? Yes, sir. അതിഷ V ജോഷി? Yes, sir. Clear ആണ്. ആദിത്യൻ AS? Yes, sir. Clear. അഫ്രീൻ? Yes, sir. ഐഷ? Yes, sir. Clear ആണ്. അൽ അഫീഫ്? Yes, sir. അനഘ PS? Yes, sir. ഏഞ്ചൽ സ്റ്റീഫൻ? Yes, sir. അനുലക്ഷ്മി മണികണ്ഠൻ? Yes, sir. Clear ആണ്. അർജുൻ? അരുണിമ KS? Yes, sir. അശ്വന്ത്? Yes, sir. ആതിര? സാർ മനസ്സിലാകുന്നില്ല.
ഏതാ? ന്യൂ അഡ്മിഷൻ ആണ്. നമ്മളെ പേടിപ്പിക്കല്ലേ, മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഭയങ്കര ചങ്കങ്ങ് പെടഞ്ഞു പോകും. കാരണം അത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ടേ. അപ്പൊ ആതിര വെയിറ്റ് ചെയ്തിട്ട് ആതിരക്ക് മനസ്സിലായിക്കോളൂ കേട്ടാ. നമുക്കത് ഭയങ്കര സങ്കടം അങ്ങനെ ഒറ്റയടിക്കാണ്ട് മനസ്സിലാവണ്ട എന്ന് പറയുമ്പോഴേ. കാരണം നമ്മൾ ഈ വിശദീകരിക്കാവുന്നതിന്റെ മാക്സിമം വിശദീകരിക്കുകയാണ്. അപ്പൊ പുതിയ സ്റ്റുഡന്റ് ആവുമ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അത് നമുക്ക് പിന്നീട് ശരിയാക്കി എടുക്കാം, പേടിക്കണ്ട. അവന്തിക സുമോദ്? യെസ് സർ, ക്ലിയർ ആണ്. അക്ഷയ്? യെസ് സർ. ഭദ്ര പി ബി? യെസ് സർ. അക്ഷയുടെ അടുത്ത് ഞാൻ ചോദ്യം ചോദിക്കൽ കുറവാണെന്ന് തോന്നുന്നത്. അപ്പൊ അക്ഷയ്ക്കിന്റെ അടുത്ത് ഇനി പടപടാന്ന് ക്വസ്റ്റ്യൻ തരാട്ടാ. അക്ഷയ്, ഞാൻ ചോദ്യം ചോദിക്കൽ കുറവാണോ എന്നൊരു ഡൗട്ട് ഇല്ലാതില്ല. കുറവാണ് സാർ. അപ്പൊ ഞാൻ കൂടുതൽ ചോദിക്കാട്ടാ. ഭദ്ര, ചിന്മയി, ദേവിക. ദേവികയുടെ അടുത്ത് ഞാൻ ചോദ്യം ചോദിക്കൽ കുറവാണ്. അപ്പൊ ദേവികനെ പിടിച്ചിരിക്കുകയാണ്. ദേവിക ബിനോജ്, ഇതാൽ, ഹരിത, ഇവരൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. ഹസ്ന ചോദിക്കാറുണ്ട്. മരിയ? ഓക്കെ. ജയശങ്കർ മേനോൻ, നിനക്ക് പിന്നെ എല്ലാം അറിയാമെന്നാണ് ഞാൻ ധരിച്ചു വെക്കുന്നത്. ജയശങ്കർ ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? മനസ്സിലായി. ജീവൻ? ജീവൻ? ജിസ്മി? യെസ് സർ, ക്ലിയർ ആണ്. ജിസ്ന? യെസ് സർ. കൃഷ്ണ പ്രദീപ്? യെസ് സർ. കൃഷ്ണ പ്രദീപ് ഓക്കെ അല്ലേ? എന്താണ് ഭയങ്കര തളർച്ചയില്? ഉഷാറായിട്ട് പറയും. യെസ് സർ. അങ്ങനെ ഹാപ്പി ആയിട്ട് പോസിറ്റീവായിട്ട് പറയണം. ലക്ഷ്മി? ഓക്കെ. എം എസ് അഭിഷേക്? യെസ് സർ. യെസ്. മിൻഹ? യെസ് സർ. മിൻഹോടൊന്ന് ചോദ്യമൊന്നും ചോദിച്ചിട്ടില്ല. മിൻഹയ്ക്ക് ഉത്തരം അറിയാമെന്നുള്ള എന്റെ എന്താ പറയാ അമിതമായിട്ടുള്ള വിശ്വാസം കേട്ടോ. മിൻഹ? നിഖിൽ രാജ്? യെസ് സർ. മിനിക്കൊക്കെ ക്ലാസ് കഴിഞ്ഞു പോകുന്ന പിന്നെ ഉള്ള ഒന്നോ രണ്ടോ പ്രോബ്ലം ഒക്കെ പിന്നെ എടുക്കാറുള്ളൂ. അത് റെക്കോർഡഡ് ക്ലാസ് കേൾക്കാറുണ്ട്. ഓക്കെ, ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ പിന്നെ നിങ്ങൾ കുറെ പേര് ലെഫ്റ്റ് ആയി കഴിഞ്ഞാൽ മാത്തമാറ്റിക്സ് ആയാലും കംപ്ലീറ്റ് പ്രോബ്ലംസ് ആയാലും അധികം അങ്ങോട്ട് പോവാറില്ല. കേൾക്കുന്നുണ്ടോ മിനിഹ? കേക്കണ്ട്. ഞാൻ എല്ലാ ക്ലാസ്സിനും കയറുന്നതിന് മുമ്പ് കേൾക്കാറുണ്ട്. അപ്പം പ്രോബ്ലംസ് ചെയ്തത്. വെരി ഗുഡ്, വെരി ഗുഡ്. നിഖിൽ രാജ്, നിഷാദ്, റഷീദ്, പാർത്ഥൻ? ന്യൂ അഡ്മിഷൻ ആണ്. ഓക്കെ. പാർത്ഥൻ? പൗർണമി? യെസ് സർ. റിമിത? സജില? ഫാത്തിമ? യെസ് സർ. സന ES, ശിവാനി, വസുദേവ് VM, വിവേക്, വൃന്ദ. അപ്പൊ ഇതിന് രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ള രണ്ട് പോയിന്റ്സ് എന്ന് പറയുന്നത്. ക്ലാസ്സിന് എല്ലാ ദിവസവും വരണം. ആബ്സെന്റ് ആയി കഴിഞ്ഞാൽ +1 +2 ഒരു പ്രത്യേകതയാണ്. ആബ്സെന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പിടുത്തം കിട്ടാൻ ഭയങ്കര പ്രയാസം, ചെയിനാണ്. ഇപ്പൊ പുതിയതായിട്ട് വന്ന ആളുകൾക്ക് ഒന്ന് സ്ട്രഗിൾ ചെയ്യാണ്. അത് മാറിക്കൊള്ളൂ കേട്ടോ, നമുക്ക് തയ്യാറാക്കാം അതിനെ. അപ്പോ ഈ ഒരു അവസ്ഥ വരും. ആബ്സെന്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഒരു ക്ലാസ്സിലാവും പോയിക്കോട്ടെ എന്ന് വിചാരിച്ചാല് നിങ്ങൾക്ക് നല്ല പ്രയാസമായിരിക്കും അതുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട്. 10ാം ക്ലാസ്സിലൊന്നും ആ കുഴപ്പമൊന്നുമില്ല. പക്ഷെ 11ലും 12ലും അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ എവിടുത്തെ ക്ലാസ് ആയാലും ക്ലാസ്സുകൾ ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത്. ഇവിടുത്തെ മാത്രമല്ല, സ്കൂളിലുണ്ടെങ്കിലും സ്കൂളിൽ ടീച്ചർ ഇന്ന സമയത്ത് ക്ലാസ് വെച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എക്സ്ക്യൂസുകളൊക്കെ ഒഴിവാക്കിയിട്ട് എല്ലാവരുടെയും എല്ലാ സ്ഥലത്തുള്ള ക്ലാസ്സുകൾ നിങ്ങൾ കാണണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. നമുക്കിപ്പോ വേറെ മാർഗങ്ങളൊന്നും ഇല്ലല്ലോ, ഈ ഇത്തരത്തിലുള്ള സമ്പ്രദായങ്ങൾ മാത്രമേ നമുക്കുള്ളൂ. അപ്പൊ നമ്മൾ അത്യാവശ്യം എക്സസൈസ് 2.1 പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഒന്നും പറയാനില്ല, എളുപ്പമാണ്. 2.2 എല്ലാ പ്രോബ്ലംസും ഒരെണ്ണം പോലും വിട്ടില്ല, എല്ലാ പ്രോബ്ലംസും നമ്മൾ ചെയ്തു. അതിനുശേഷം നമ്മൾ ഫംഗ്ഷനെ കുറിച്ചാണ് സംസാരിച്ചത് അല്ലെ. ഫംഗ്ഷനെ കുറിച്ച് ഞാൻ സംസാരിക്കുകയും അതിന്റെ നോട്ടും ഞാൻ എഴുതി തന്നിരുന്നു. പക്ഷെ പുതുതായിട്ട് 2 കുട്ടികൾ ഉള്ളത് കൊണ്ട് ഫംഗ്ഷനിലേക്ക് ഒരിക്കൽ കൂടി പ്രവേശിക്കാണ്. അശ്വന്ത് അതിനെ കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കുന്നത് നല്ലതായിരിക്കും. അശ്വന്ത്, ഫംഗ്ഷൻ. The function f from set A and B is said to be a function if an element having only one and only image
one and only one image. Very good, very good. A എന്ന് ബിയിലേക്ക് എടുക്കുകയാണെങ്കിൽ one and only one image. A എന്ന് ബിയിലേക്ക് one and only one image. ഒറ്റ ഇമേജ് മാത്രമേ ഉണ്ടാവൂ അല്ലെ? one and only one image എന്ന് പറയും. A എന്ന് ബിയിലേക്ക്. A എന്ന് ബിയിലേക്ക് ഞാൻ ഇവിടെ 1 2 3 4 A B C D A B C D ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ 1 എന്ന് ബിയിലേക്ക് 2 എന്ന് എയിലേക്ക് 3 എന്ന് സിയിലേക്ക് 4 എന്ന് ഡിയിലേക്ക് 1 B 2 A 3 C 4 D കണ്ട A എന്ന് ബിയിലേക്ക് one and only one image ആണ് ഞാൻ ഇവിടെ സെറ്റ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഫംഗ്ഷൻ ആകണമെങ്കിലുള്ള നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു +2 ക്ലാസ്സിലെ 1 on to ബൈജക്റ്റീവ് അതുപോലെ തന്നെ ഇൻവേഴ്സ് അങ്ങനെ ധാരാളം പഠിക്കാനുള്ള ആളുകളാണ്. നമുക്ക് ഫസ്റ്റ് ഇയറിൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ one and only one image എന്നുള്ള ഒരു പോയിന്റിൽ നമ്മൾ ഉറച്ചു തന്നെ നിൽക്കുക. അതുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് +1 ക്ലാസ്സിൽ പഠിക്കാനുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ നോട്ട് എഴുതി തന്നായിരുന്നോ? ഇല്ല സാറേ, ഫംഗ്ഷന്റെ ഡെഫിനേഷൻ മാത്രമേ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ ഓക്കെ, അപ്പൊ ഇത് എഴുതിക്കോളൂ കേട്ടോ. ഇഫ് അതിനടിയിൽ എഴുതിക്കോളൂ. ഇഫ് എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം if f is a function from a to b function from a to b functions from a to b and ab belongs to f and AB belongs to എന്ന് പറഞ്ഞ member ആണ്. AB belongs to F. Then f of a equal to B. Then f of a equal to B. Then f of a equal to B. Where B is called the image of A. B എന്ന് പറയുന്നത് f of a equal to B ആണെങ്കിൽ ഈ B എന്ന് പറയുന്നത് where B is called the image of A. B is called the image of A. Image എന്നാണ് വിളിക്കുക. B is called the image of A. Image. Underline there. B is called the image of A under F. അതായത് f of A equal to B ആണെങ്കിൽ ഇവിടെ f of 1 equal to B ആണെങ്കിൽ f of 1 equal to B, f of 2 equal to A, f of 3 equal to C, f of 4 equal to D. But then f of A equal to B, where B is called the image of A under F, and A is called A in വിളിക്കുന്ന പേരാണ്. A is called the pre-image of B, pre-image of B, underline image of A, pre-image of B under F. അവരെ എങ്ങനെയൊക്കെ വിളിക്കാം, ഇങ്ങനെയൊക്കെയാണ് അവരെ വിളിക്കുന്നത് എന്ന് മാത്രമാണ് നമ്മൾ ഇവിടെ എഴുതിയത്. അപ്പൊ ഇവിടെ ഫംഗ്ഷൻ ആകണമെങ്കിൽ one and only one image എന്നുള്ള ഒരു ആശയത്തില്, ഒരു മാത്തമാറ്റിക്കൽ ലോജിക്കില് നിങ്ങൾ നിൽക്കണം. അതിനുശേഷം ഒരു നോട്ടായിട്ട് നമ്മളിവിടെ സംസാരിക്കുന്നത് എന്താണ്? If f is a function from A to B and ordered by AB belongs to F, then f of A equal to B. Where B is called the image of A. Under F, and A is called the pre-image of B under F എന്നാണ് ഇതിനെ ഡിനോട്ട് ചെയ്യുന്നതും ഇതിനെ വിളിക്കുന്നതും ഒക്കെ എന്ന് ഉള്ളൊരു ചെറിയ നോട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചത്. ഇത് ഓക്കെ ആണോ? ആദിദേവ് TJ ഓക്കെ ആണ്. അഭിനവ് അക്ഷയ് ഹരിത ഓക്കെ. ദെൻ ഇതാൽ പ്രദീപ്, ദെൻ അതേഴ്സ് മറ്റു കുട്ടികൾക്ക് പറയാം. ഓക്കെ അല്ലേ വസുദേവ്? അപ്പൊ നമുക്കിനി മറ്റു കാര്യങ്ങളിലേക്കൊക്കെ ഒന്ന് കടക്കേണ്ട ആവശ്യകതയുണ്ട്. നിങ്ങളൊരു ചെറിയ ഹെഡിങ് ഇടാം, സം ഫങ്ഷൻസ് ആൻഡ് ദെയർ ഗ്രാഫ്സ്.
some functions and their graphs. Some functions and their graphs. Pavitra KP absent ആണല്ലോ. Pavitra KP വന്നിട്ടില്ലല്ലോ. Some functions and their graphs. ഒറ്റ കാര്യമായിട്ട് മക്കളെ, ഒറ്റ കാര്യം എനിക്ക് നിങ്ങളോടുള്ള ഒരു റിക്വസ്റ്റ് ആയിട്ട് എടുത്താൽ മതി. നിങ്ങൾക്ക് വയ്യായെങ്കിലും തലവേദനയാണെങ്കിലും ജസ്റ്റ് ക്ലാസ്സിൽ ഒന്ന് കയറാം. അപ്പൊ എനിക്ക് വയ്യെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി. ചോദ്യം ചോദിക്കുന്നത് കാരണം എനിക്ക് വയ്യാട്ടോ, എനിക്ക് നല്ല തലവേദനയുണ്ട്, ഞാൻ പനിയിലാണ് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കില്ല. പക്ഷെ ക്ലാസ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നു. ചുമ്മാ കേട്ടാ പോരെ, നമുക്ക് ബസ് കയറി ഒന്നും വരണ്ടല്ലോ. എന്തെങ്കിലും എമർജൻസി ആണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു യാത്ര നിങ്ങൾ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു യാത്രയാണെങ്കിലും നിങ്ങൾ കാര്യം പറഞ്ഞാൽ മതി. നിങ്ങൾ വീഡിയോ ഓൺ ആക്കണം, ക്ലാസ്സിൽ കയറണം. വീഡിയോ ഓൺ ആക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്ലാസ്സിൽ കയറുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് പനി വന്നാലും തലവേദന വന്നാലും തീരെ വയ്യെങ്കിലും നിങ്ങളത് ഓൺ ആക്കിക്കോളൂ. ക്ലാസ്സിൽ കയറാണ്ടിരിക്കണ്ട, അതിൽ ആക്സെപ്റ്റ് ചെയ്യുക, അത് കണ്ടുകൊണ്ടിരിക്കുക. ചോദ്യം ചോദിക്കുന്ന സമയത്ത് എന്നോടെന്നല്ല ആര് നിങ്ങളോട് ചോദ്യം ചോദിച്ചാലും പറയാം സാറേ തീരെ വയ്യാട്ടോ എന്ന് പറഞ്ഞ പിന്നെ ആരും ചോദിക്കില്ല. അപ്പൊ അറ്റൻഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ആ അറ്റൻഡ് ചെയ്യണതിന് വലിയൊരു ലൈവ് ക്ലാസ് ആണ്. അപ്പൊ വളരെയധികം പ്രാധാന്യമാണ് കേട്ടോ. ഏതുപോലെ some functions and their graphs. 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 വീഡിയോ ഉണ്ടാക്കിയോ? ജിസ്മി എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഈ സംഭവം എന്താ നമ്മൾ ചെയ്യാൻ പോണെന്ന് പറയാൻ പറ്റുമോ? പറയുന്നില്ല ജിസ്മി. ചിന്മയി എന്തെങ്കിലും ഇനി എന്തായിരിക്കും വല്ല നിശ്ചയം ഉണ്ടാവും? ഇല്ല സാറേ, പിടിയില്ല. ഓക്കെ. അനുലക്ഷ്മി ഇല്ല സാർ, അറിയില്ല. ഒരു പിടിയും കിട്ടുന്നില്ല. ആദ്യത്തെ ടീച്ചേ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് നോക്കണ്ടായിരുന്നു? അറിയില്ല. അല്ല, നീ പുറത്തേക്ക് നോക്കിയിരിക്കണ്ടായിരുന്നു ഒന്ന് ജസ്റ്റ്. ഞാൻ ഇങ്ങനെ നോക്കിയായിരുന്നു വീട്ടില്? അതെ. ഓക്കെ, സാറില്ല, കുഴപ്പമില്ല. ഞാൻ ചുമ്മാ ചോദിച്ചതാ. നീ അങ്ങനെ ശ്രദ്ധ മാറിയോ എന്നറിയാൻ വേണ്ടി മാത്രം ഒന്ന് ചോദിച്ചതാ കേട്ടോ. ശ്രദ്ധ മാറിപ്പോകുന്നുണ്ടോ? അനിയനുണ്ടോ വീട്ടില്? ആരെങ്കിലും ഉണ്ടോ? വേറെ അനിയനോ അനിയത്തിയോ ആരെങ്കിലും ഉണ്ടോ? അപ്പോ ഒരു നിമിഷത്തേക്ക് ക്ലാസ്സിൽ നിന്ന് ശ്രദ്ധ പോയി പോലെ എനിക്ക് തോന്നി. ഓക്കെ, അശ്വന്ത് എന്തൊക്കെയോ കാര്യമായിട്ട് അവിടെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ബുക്ക് നോക്കിയതാ. നോക്കണ്ട. ഓക്കെ, കണ്ട. ഇപ്പൊ വീഡിയോ ഓൺ ആക്കുമ്പോ കൃത്യമായിട്ട് നമുക്ക് എന്ത് രസമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ദെൻ അഭിനവ് AM സർ, എന്തെങ്കിലും അറിയോ ഇനി മുന്നോട്ട് എങ്ങനെയാണ് യാത്ര എന്നുള്ളത്? നോ സർ. ഇല്ല. നമുക്ക് ഏഞ്ചൽ എനി ഐഡിയ? നോ സർ. നിഖിൽ രാജ് ശ്രദ്ധിക്കാം എല്ലാവരും കേട്ടോ. ഞാനിവിടെ നമുക്കിനി കുറച്ച് ഗ്രാഫുകളൊക്കെ അല്ലെങ്കിൽ കുറച്ച് ഫങ്ഷൻസ് ഒക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. അതിൽ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഒന്നാമത് പറയുന്ന പേരാണ് ഐഡന്റിറ്റി ഫംഗ്ഷൻ. ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്ന് പറയും. നമ്പർ 1 ഐഡന്റിറ്റി ഫംഗ്ഷൻ. ടെക്സ്റ്റ് ബുക്ക് ആരും വായിക്കില്ല കേട്ടോ, ഒപ്പം വായിക്കണ്ടായിരുന്നു. ശ്രദ്ധിച്ചിരിക്കുക. ഐഡന്റിറ്റി ഫംഗ്ഷൻ. ഐഡന്റിറ്റി ഫംഗ്ഷനെ കുറിച്ച് റിമിത എന്തായിരിക്കും പറയാൻ ഉദ്ദേശിക്കുന്നത്? റിമിത ഐഡന്റിറ്റി ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. മിൻഹ Yes sir. Any idea about identity function? സാധിക്കുന്നുണ്ട് മിൻഹയ്ക്ക് ഉത്തരം നൽകാൻ. മിൻഹയ്ക്ക് മോളുടേതായ ഭാഷയിൽ സംസാരിക്കാം, ഒരു കുഴപ്പമില്ല. എന്തും പറയാം ഇവിടെ, പറഞ്ഞോ. ഐഡന്റിറ്റി എന്ന് പറയുമ്പോ അല്ലാതെ നോക്കുമ്പോ 1 അല്ലേ ഐഡന്റിറ്റി? 1 ആണ് എന്ന് പറയുന്നത്. അല്ല, ഇതിനെ കുറിച്ച് ഒന്ന് ആധികാരികതയിൽ എന്തെങ്കിലും ആധികാരികതയിൽ സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? ഗ്രാഫ് ആണ്,
അവിടെ സൂചന നൽകിയിരിക്കുന്നത് ഒരു ഗ്രാഫാണ് അല്ലെ. ഹെഡിങ് തന്നെ എന്താ? സം ഫങ്ഷൻസ് ആൻഡ് ദെയർ ഗ്രാഫ്സ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് കൂടുതൽ ഗ്രാഫുകളെ കുറിച്ചായിരിക്കും. അപ്പൊ എന്തായിരിക്കാം ഐഡന്റിറ്റി ഫംഗ്ഷന്റെ ഗ്രാഫിന്റെ ഒക്കെ പ്രത്യേകത? ആ പ്രത്യേകതയാണ് എനിക്കറിയേണ്ടത്. വാട്ട് ആർ ദ സ്പെഷ്യാലിറ്റീസ് ഓഫ് ഐഡന്റിറ്റി ഫംഗ്ഷൻസ്? ഗ്രാഫിന്റെ പറഞ്ഞോളൂ. എനിക്കറിയില്ല. ഒന്നും ആലോചിച്ചിട്ട് അങ്ങോട്ട് കിട്ടുന്നില്ല. Then Vandika Sumot. Yes, sir. Yes, പറഞ്ഞോളൂ. അറിയില്ല. അറിയില്ല. ജയശങ്കർ മേനോൻ. അറിയില്ല സാർ. അറിയില്ല. ജയശങ്കറിന് അങ്ങോട്ട് പിടുത്തം കിട്ടുന്നില്ല. സാരല്ല. കൃഷ്ണ പ്രദീപ്. Yes, sir. Any idea? No, sir. സജില ഫാത്തിമ. സജില ഫാത്തിമ. അദിഷ വി ജോഷി. ആദിത്യൻ. അഫ്രീൻ. ആതിര. ആതിര പുതിയ കുട്ടിയാണ്. ആതിര. വസുദേവ് വി എം. Any idea about identity function? No, sir. Yes. No, sir. Ismi. Yes, sir. പറഞ്ഞോ. അതിന്റെ ഗ്രാഫ് സ്ട്രേറ്റ് ലൈൻ ആയിരിക്കില്ലേ? ഗ്രാഫ് സ്ട്രേറ്റ് ലൈൻ ആയിരിക്കില്ലേ എന്നുള്ള എന്നോട് ചോദിച്ച് ജിസ്മി അതിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കാം. എന്നോട് ചോദിച്ചാൽ പിന്നെ ഞാൻ അങ്ങനെ മൊത്തത്തിലങ്ങ് പറഞ്ഞോളൂ അല്ലേ ജിസ്മി? ഓക്കെ, ജിസ്മിയുടെ ഉത്തരമൊക്കെ ഏറെക്കുറെയൊക്കെ ശരി ആയിരിക്കും അല്ലേ? അവിടെ വെയിറ്റ് ചെയ്താ. അനുലക്ഷ്മി. Yes, sir. അഭിനവ് എ എം സംസാരിക്കാം. സാർ അറിയില്ല. ആദിദേവ് ടി ജെ. പറഞ്ഞോ. എനിക്കറിയില്ല സാർ. വീഡിയോ ഉണ്ടാക്കി എന്തെങ്കിലുമൊക്കെ പറ. ഐഡന്റിറ്റി ഫംഗ്ഷൻ ഞാനതൊക്കെ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഓക്കെ, നമുക്ക് ഒരാളോടും കൂടി ചോദിച്ചിട്ട് ജിസ്മിയിലേക്ക് മടങ്ങി വന്നിട്ട് ആൻസറിലേക്ക് പോവാം. അശ്വന്ത് പറഞ്ഞോളൂ. അശ്വന്ത്. എനിക്കറിയില്ല സർ. ആ ഐഡന്റിറ്റി ഫംഗ്ഷനൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വാക്ക് നീ സംസാരിക്കും. എന്തെങ്കിലും ഐഷയോട് പറയാനായിട്ട് ഇങ്ങനെ ഇടിച്ചു നിൽക്കാണ് ഐഷ. പറഞ്ഞു അശ്വന്ത്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ആണെങ്കിൽ എക്സ് ബിലോങ്സ് ടു റിയൽ നമ്പർ ആറ്. അതിന്റെ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും എന്ന് പറയുമ്പോൾ അവിടെ ഏതെങ്കിലും എങ്ങനെ ആയിരിക്കും എന്ന് പറയാനായിട്ട് സാധിക്കുന്നു? സീറോ കൂടെ പാസ് ചെയ്യും. അതിനെ സീറോ കൂടെ പാസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് മാത്തമാറ്റിക്സിന്റെ ഭാഷയിൽ സംസാരിക്കാം. മാത്തമാറ്റിക്സിന് ഒരു ഭാഷയുണ്ട്, മാത്തമാറ്റിക്സിന് ഒരു ലാംഗ്വേജ് ഉണ്ടല്ലോ അല്ലെ. സീറോയിലൂടെ കടന്നു പോകുമ്പോൾ അതിനെ നമുക്ക് മാത്തമാറ്റിക്കലി എന്ത് വാക്ക് ഉപദേശിക്കാം? സ്ലോപ്പാണ്. സ്ലോപ്പാണ്. സ്ലോപ്പാ. സ്ലോപ്പ് അത് വലിയ വലിയ കാര്യങ്ങളായി. ഒറിജിൻ അല്ലെ. പാസസ് ത്രൂ ദി ഒറിജിൻ ആയിരിക്കും വരെ അല്ലെ. എന്തുകൊണ്ട് എങ്ങനെ പാസസ് ത്രൂ ദി ഒറിജിൻ? ഐഷ. ഐഷ ഒന്നുകൂടി സൂപ്പറായി. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, ഞാൻ ഉത്തരം പറയാൻ പോയി. എന്നെ കണ്ട ഇതൊക്കെയാണ് കുഴപ്പം. എന്നെ കൊണ്ട് ഉത്തരം ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ഉത്തരം അങ്ങോട്ട് പറഞ്ഞു. ഞാൻ ഉത്തരം പറയാനാ പോയെ. ഐഡന്റിറ്റി ഫംഗ്ഷന്റെ ഗ്രാഫ് പാസസ് ത്രൂ ദി ഒറിജിൻ എങ്ങനെ വന്നു? എന്ത് ഫംഗ്ഷൻ എടുക്കുമ്പോ 0 0 വരും. അപ്പൊ അതിലേ പോകും. എങ്ങനെ 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 അല്ല, ഫംഗ്ഷൻ ഓഫ് 2 എലമെന്റ് എടുക്കുമ്പോ 0 0, എക്സിന്റെ സ്ഥാനത്ത് 0, വൈയുടെ സ്ഥാനത്ത് 0. വേറെ അപ്പൊ ഒറിജിനിൽ കൂടെ പോകും. വേറെ നമ്പറിനെ പിടിക്കേ. സീറോ വിട്ട് പിടി. വേറെ നമ്പറിലേക്ക് പോട്ടെ. വേറെ നമ്പർ ഐഡന്റിറ്റി ആയിട്ടുള്ള എലമെന്റ്സ് ഒരേപോലത്തെ എലമെന്റ്സ് എക്സിലും വൈയിലും വരുമ്പോ വേറെ ഏതാണെന്നാണ് എന്റെ ചോദ്യം. എക്സില് 4, വൈയില് 4. അപ്പൊ വെരി ഗുഡ്.
ഗ്രാഫ് ചെയ്ഞ്ഞ് വരും. ഓക്കെ, വെരി ഗുഡ്. ഞാൻ ഇതിന്റെ ശരിയാണ് നോട്ട് എഴുതാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. എന്നിട്ട് ഞാൻ ഒന്നും കൂടി പറഞ്ഞു എഴുതിക്കോളൂ. ഐഡന്റിറ്റി ഫംഗ്ഷൻ അവിടെ ശരി ഉത്തരം പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾ കേട്ടതാണ്. അപ്പൊ അതിനെ കുറിച്ച് അതിന്റെ ജനറലൈസ് ചെയ്യാം. എഴുതാം. ലെറ്റ് ആർ ബി ദ സെറ്റ് ഓഫ് let capital letter R be the set of real numbers. Let R be the set of real numbers. Let R be the set of real numbers. Real numbers. Define the real valued function. 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 Real valued function. Define the real valued function. Define the real valued function. F from R tends to R. F from R tends to R by y equal to f of x equal to x. Identity function there f of x. ഈ f of x ന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. f of x equal to x. y equal to f of x equal to x. f of x ന്റെ മറ്റൊരു പേരാണ് y എന്നുള്ളത്, അല്ലെങ്കിൽ y യുടെ മറ്റൊരു പേരാണ് f of x എന്നുള്ളത്. എപ്പോഴും സേ ചെയ്യുന്ന മാത്തമാറ്റിക്സിൽ എപ്പോഴും സേ ചെയ്യണം. f of x equal to x becomes y equal to x. f of x equal to y എന്നാണ് സേ ചെയ്യുന്നത്. ഒരു ലോജിക് ആണത്. f of x equal to x. അപ്പൊ y എന്നുള്ള പേരിട്ടാണ് എപ്പോഴും വിളിക്കുക. ഇതാണ് ഐഡന്റിറ്റി ഫംഗ്ഷന്റെ f of x. പരീക്ഷയ്ക്ക് ഞാൻ ആരെങ്കിലും ചോദിക്കുകയാണ് ഐഡന്റിറ്റി ഫംഗ്ഷൻ f of x എന്ന് പറഞ്ഞാൽ x ഒരുപോലെ വരണം. ആ കുട്ടി പറഞ്ഞു എക്സിന് 0 വരികയാണെങ്കിൽ വൈക്ക് 0 വരണം, എക്സിന് 1 വരികയാണെങ്കിൽ വൈക്ക് 1 വരണം. എങ്കിൽ we have to choose x equal to 1, y equal to 1 ആണെങ്കിൽ f of x equal to x എന്ന് തന്നെയാണ്. അതിന്റെ ഞാൻ കണ്ടുപിടിച്ചതല്ല, മാത്തമാറ്റീഷ്യൻസ് കണ്ടുപിടിച്ച ജനറൽ ആയിട്ടുള്ള ഒരു ഫോർമുലയാണ്. f of x equal to x ആണ് ഐഡന്റിറ്റി ഫംഗ്ഷന്റെ. അതില് for each x belongs to R. For each x belongs to R. For each x belongs to R. Such a function is called the identity function. Such a function is called the identity function. ഇനി അടുത്ത ക്ലാസ്സിൽ ഞാൻ ചോദിക്കുകയാണ് എന്താണ് ഐഡന്റിറ്റി ഫംഗ്ഷന്റെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയാം f of x equal to x എന്ന് നിങ്ങൾ പറഞ്ഞേക്കണം. f of x equal to x. Such a function is called the identity function. Such a function is called the identity function. അപ്പൊ ഇതിന്റെ ഡൊമൈനും റേഞ്ചും ക്യാപിറ്റൽ ലെറ്റർ R തന്നെയായിരിക്കും, റിയൽ നമ്പേഴ്സ് ആയിരിക്കും. Here the domain and the range of f are capital letter R. Here the domain and the range. Here the domain and the range of f are. Here the domain and range of f are. Domain and range of f are capital letter R. Capital letter R. The graph is a straight line. The graph is a straight line as shown in the below figure. Adil figure varikkan povam. The graph is a straight line as shown in the below figure. It passes through the origin. Underline, please underline. The graph is a straight line, underline. It passes through the origin. നമുക്കൊരു ഗ്രാഫ് ഒന്ന് വരച്ചേക്കാം. ഐഡന്റിറ്റി ഫംഗ്ഷന്റെ ഗ്രാഫ് നമുക്കറിയാം. ഇത് x ആണ്, ഇത് y ആയിരിക്കും, ഇത് y ഡാഷ് ആണ്, ഇത് x ഡാഷ് ആണ്. 0 1 2 3 4 1 2 3 4 കൂടുതൽ വരയ്ക്കാട്ടോ, ഞാനിപ്പോ ചെറുതാക്കി വരയ്ക്കുന്നുള്ളൂ. -1 -2 അങ്ങനെ എഴുതാൻ നിങ്ങൾക്ക് അറിയാം. -1 -2 passes through the origin. ഇവിടെ x ന് 0 വന്നാൽ y ക്ക് 0 ആയിരിക്കും. കാരണം f of x equal to x becomes y equal to x. x ന് 1 ആണെങ്കിൽ y ക്ക് 1, x ന് 2 ആണെങ്കിൽ y ക്ക് 2, x ന് 3 ആണെങ്കിൽ y ക്ക് 3, x ന് 4 ആണെങ്കിൽ y ക്ക് 4, x ന് -1 ആണെങ്കിൽ y ക്ക് -1. അപ്പൊ ഞാൻ അവിടെ ഒരു ഗ്രാഫ് വരയ്ക്കാം.
പാർശ്വശ്രുതി ഒറിജിൻ 1 1 2 2. അപ്പൊ നമുക്ക് ഗസ് ചെയ്യാവുന്നുള്ളൂ. ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ വരും. സ്ട്രെയിറ്റ് ലൈൻ വരും. ഇതിങ്ങനെ ആരോ കൊടുക്കുന്നുണ്ട്. ഈ ആരോ കൊടുക്കുന്ന എന്താണ്? ആരോ. ഇവിടെ ആരോ ഉണ്ട്, ഇവിടെ ആരോ ഉണ്ട്. ചില കുട്ടികളുടെ നോട്ട്ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ആരോസ് കാണാൻ സാധിക്കില്ല. ഇങ്ങനെ ആരോ ഇടുന്നതിന്റെ പ്രത്യേകത എന്താണ്? അതാ പറയാം. അൽ അഫീഫ്, ഇങ്ങനെ ആരോ ഇടുന്നതിനാണ് ഇങ്ങനെ ഒരു ആരോ മാർക്ക് ഇടുന്നത്. അത് സ്ട്രൈറ്റ് ലൈൻ ബോധം. ഓക്കെ. നിഷാദ് ഇങ്ങനെ ഒരു ആരോ മാർക്ക് ഇടുന്നതിന്റെ പ്രത്യേകത. നിഷാദ് റഷീദ് ഇടുന്നില്ല. അഭിനവ് സർ ഇങ്ങനെ ഈ ആരോ മാർക്ക് ഇടുന്നതിന്റെ പ്രത്യേകത. സർ അതവിടെ എൻഡ് ചെയ്യുന്നില്ല, പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഗുഡ്. അത്രേ ഉള്ളൂ കേസ്. വരച്ചു വെച്ചോ, ഭംഗിയിൽ വരച്ചോ. അശ്വന്ത് സ്കെയിലൊന്നും ഉപയോഗിച്ചല്ല, ചുമ്മാ അങ്ങ് വരച്ചു വെച്ചോ അല്ലെ നോട്ട്ബുക്കിൽ അല്ലേ? കറക്റ്റ് അല്ലേ അശ്വന്ത്? വെരി ഗുഡ്. ഓക്കെ സാറേ, ഒരു ഡൗട്ട് ചോദിച്ചോളൂ. ഈ എക്സിന് ഇപ്പൊ 2 കൊടുത്താ വൈക്കും 2 അല്ലേ? അപ്പൊ അതെങ്ങനെ ഒറിജിനിൽ കൂടെ പോവും? എക്സിന് 0 കൊടുത്താൽ വൈക്ക് 0 അല്ലേ? അത് പോവും. 2 കൊടുത്ത് രണ്ടും 2 ആണെങ്കിൽ ഒറിജിനിൽ കൂടെ എങ്ങനെ പോവും? സ്ട്രൈറ്റ് ലൈൻ അല്ലേ വരക്കണ്ടേ? 1 വന്നു, അപ്പൊ കൂട്ടി യോജിപ്പിക്കുമ്പോ പാർശ്വശ്രുതി ഒറിജിൻ 1 1 2 2 3 3 0 0 -1. ഇത് ജോയിൻ ചെയ്യുന്ന ഇതിപ്പോ അളവെടുത്തിട്ടില്ല. ഇത് ജോയിൻ ചെയ്തിട്ട് ഈ ഇവിടെ പ്ലോട്ട് ചെയ്ത് ഓരോന്നോരോന്ന് പ്ലോട്ട് ചെയ്തിട്ട് ഒരു ലൈൻ വരയ്ക്കാൻ പറഞ്ഞ പാർശ്വശ്രുതി ഒറിജിൻ അല്ലേ? മനസ്സിലായില്ല മോളെ. ഈ കാർട്ടീഷ്യൻ സിസ്റ്റത്തിൽ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ എക്സിന് 1 ആണെങ്കിൽ വൈക്ക് 1 പ്ലോട്ട് ചെയ്തു, എക്സിന് 2 ആണെങ്കിൽ വൈക്ക് 2, എക്സിന് 3 ആണെങ്കിൽ വൈക്ക് 3, എക്സിന് 4 ആണെങ്കിൽ വൈക്ക് 4. അവിടെ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ പാർശ്വശ്രുതി ഒറിജിൻ എന്നല്ലേ പറയുള്ളൂ. മനസ്സിലായി. ഓക്കെ. വരച്ചു കഴിഞ്ഞ അഭിനവ് പാർത്ഥസാരഥി, അക്ഷയ് ജയശങ്കർ മേനോൻ. ഓക്കെ, ശ്രദ്ധിക്കാം. അടുത്ത കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. രണ്ടാമത്തെ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. നമ്പർ 2 കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. നമ്പർ 2 കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. സംസാരിക്കാം. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. ഇതാ പ്രദീപ്. കോൺസ്റ്റന്റ് പറഞ്ഞോ. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ഇതാൽ പറഞ്ഞോ മോളെ. ഒരേ ലിക്വിഡ് വയ്ക്കുമ്പോ ഉണ്ടാവുക. ഒരു എക്സാമ്പിളിന്റെ കാര്യങ്ങൾ സെയിം വാല്യൂ കൂടെ ഉണ്ടാവും. ഓക്കെ മോളെ. ശരിയാണ് കേട്ടോ. സജില ഫാത്തിമ ഒന്ന് പറഞ്ഞു തന്നെ. സജില ഫാത്തിമ പാരലലായിരിക്കും എക്സ് ആക്സിസിന്. ആദിദേവ് ടീച്ചർ. സർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോ അതെ മനസ്സിലായി. അത് എക്സാമ്പിൾ സഹിതം പറയണേ. എക്സാമ്പിളാ? ഓർമ്മയുണ്ട്? ആലോചിക്കണ നീ ആലോചിച്ചു. അപ്പേക്ക് ഞാൻ വേറെ ആളിലേക്ക് പോയിട്ട് മടങ്ങി വരാം. ജിസ്മി ഒന്ന് പറഞ്ഞു കൊടുത്ത എല്ലാവർക്കും. ജിസ്മി വീഡിയോ ഒക്കെ ഓണാക്ക്. വീഡിയോ ഒക്കെ ഓഫ് ചെയ്തില്ല. ചാടിക്കാൻ പോയേ. എവിടെയുണ്ട്? പറഞ്ഞു കൊടുത്ത പിള്ളേർക്ക് പറഞ്ഞു കൊടുത്ത ജിസ്മി. എക്സാമ്പിൾ ആണോ? ആരോ മ്യൂട്ടാക്കാനുണ്ടല്ലോ. ഓക്കെ, ജിസ്മി പറഞ്ഞ മോളെ.
ഓക്കെ ഓക്കെ, ആലോചിച്ചോളൂ. അക്ഷയ് അക്ഷയ് ആ സാർ, പറഞ്ഞു കൊടുത്തോ. 0 4 അങ്ങനെയാണോ? അല്ല അങ്ങനെയാണോ എന്ന് വെച്ചിട്ട് ഇപ്പൊ f(x) = 4 എന്ന് പറഞ്ഞിട്ട് നിന്റെ അഭിപ്രായം എങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ പിന്നെ എന്നെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കാനല്ലേ, അങ്ങനത്തെ പരിപാടിയാണ്. ഓക്കെ അക്ഷയ്, അശ്വന്ത് പറഞ്ഞോടാ. എക്സാമ്പിൾ 1 1 പിന്നെ 2 1 3 1 4 1 അങ്ങനെയാണോ? അങ്ങനെയാണോ എന്ന് ചോദിക്കാൻ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെയായിരിക്കും. അങ്ങനെയാണോ എന്ന് ചോദിച്ചാലേ ഞാൻ ഉത്തരം പറഞ്ഞു, പിന്നെ എനിക്ക് ആരോടും ചോദ്യം ചോദിക്കാൻ പറ്റില്ല. മറ്റവൻ ഇപ്പൊ ആലോചിച്ച് വന്നിട്ടുണ്ട്, ആര് ആദിദേവ് ടീച്ചർ, അവനോട് കൂടി ചോദിക്കാം. കോൺസ്റ്റന്റ് ആണെങ്കിൽ ആദിദേവ് പറഞ്ഞോ. ആദിദേവ് f(x) = 2. f(x) = 2. f(x) = 2. ഓക്കെ, അപ്പൊ അതൊരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണെന്ന് ഉറപ്പിക്കുകയാണ് അല്ലേ നീ? 2 f(x) = 3 ആയാൽ വല്ല കുഴപ്പമുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. f(x) = 10 ആയാലോ? കുഴപ്പമില്ല. കുഴപ്പമില്ലടാ, കുഴപ്പമില്ല, ശരിയാണ്, ഒരു കുഴപ്പമില്ല. അത് കോൺസ്റ്റന്റ് അല്ലടാ. 10ഉം 2ഉം 3ഉം 4 ഏത് വേണമെങ്കിലും വരാം. അപ്പൊ അതിനെയാണ് ജനറലൈസ് ചെയ്യുക. y = f(x) = c. c എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് നമ്പറാണ് അല്ലെ? കോൺസ്റ്റന്റ് നമ്പർ 10 1 2 3 4 5 6 7 8 9 10 എക്സെട്ര, അതൊക്കെ കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് നമ്പേഴ്സ് ആണ് ഇതൊക്കെ. മിനിക്ക ഓക്കെ ആണോ? ഞാൻ ഇതിന്റെ ഡെഫിനേഷനും മറ്റു കാര്യങ്ങളും എഴുതിയിട്ട് മടങ്ങി വരാം. എഴുതിക്കോ. Define the function f from r tends to r. Define the function f from r tends to r. Define the function f from r tends to r. Define the function f from r tends to r by y = f(x) = c. y = f(x) = c. y = f(x) = c. കണ്ട, c എന്ന് പറയുന്നത് കോൺസ്റ്റന്റ്. y = f(x) = c, കോൺസ്റ്റന്റ്. എന്ത് വേണമെങ്കിലും അവിടെ നമ്പർ ഇടാം. y = f(x) = c, x belongs to r. X belongs to R, where C is a constant, 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 and each X belongs to R, and each X belongs to R. X belongs to R. ഞാനിവിടെ ഒരു ഗ്രാഫ് അങ്ങ് വരയ്ക്കാൻ പോകുന്നു. f(x) = 3. f(x) = 3 യുടെ ഒരു ഗ്രാഫ് അങ്ങ് വരയ്ക്കാൻ പോകുന്നു. f(x) = 3. This is x, y. കാരണം f(x) ന് y എന്ന് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇവിടെ x', ഇവിടെ y'. ഞാനിത് കളർഫുൾ ആക്കാൻ പോവാണ്, ശ്രദ്ധിക്കാം. 0 പച്ച എടുത്തപ്പോ കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ പച്ച എടുത്തത് കാണാൻ പറ്റുന്നുണ്ടോ? ചുമ്മാ മറ്റു കളറുകളൊക്കെ എടുത്തെടുത്ത് മടുത്തു, അതുകൊണ്ടൊന്ന് വെറൈറ്റി പിടിച്ചു നോക്കിയതാണ്. 1 2 3 4. അവിടെ 3 എന്ന് പറയുമ്പോ 3യിലൂടെ ഇങ്ങനെ കാണാം. f(x) = 3, y = 3, f(x) = 3. 3 തന്നെ അല്ല എടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ, ഏത് വേണമെങ്കിലും എടുക്കാം. 4 എടുക്കാം. f(x) = 3. f(x) = 3 വരയ്ക്കാട്ടോ. അപ്പൊ എഴുതാം, അടിയിൽ എഴുതി വെക്കാം. ഇത് f(x) = 3യുടെ ഗ്രാഫ് വരച്ചു കഴിഞ്ഞു. ഈ ഗ്രാഫ് വരച്ചു കഴിയുമ്പോ അനുലക്ഷ്മി മണികണ്ഠൻ എന്താണ് ഫീൽ ചെയ്യുന്നത്? ഗ്രാഫിന് ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്താണ് അനുലക്ഷ്മി? ഈ ഗ്രാഫ്, ഈ സ്ക്രീനിൽ കാണുന്ന
ഈ ഗ്രാഫ് കണ്ടിട്ട് എന്ത് പ്രത്യേകതയിൽ അനുലക്ഷ്മിക്ക് എത്തിച്ചേരാനായിട്ട് സാധ്യമാകും? എക്സാക്സിനോട് പാരലൽ ആണ്. ഓക്കെ ഓക്കെ ഗുഡ്, വെരി ഗുഡ്. അപ്പൊ എഴുതാം അടിയില് ഗ്രാഫ് ഒക്കെ വരച്ചു. f of x equal to 3 ആണ്. The graph is a line. The graph is a line parallel to x-axis. Parallel to x-axis എന്നുള്ള ഉത്തരത്തിലേക്ക് കടന്നു പോകാം. The graph is a line. The graph is a line parallel to x-axis. The graph is a line parallel to x-axis. Parallel to x-axis. Parallel to x-axis. Here, the domain of f is. Here, the domain of f is capital letter R because x belongs to R എന്ന് പറയുന്നത്. Here, the domain of f is capital letter R. Here, the domain of f is capital letter R. Capital letter R. And the range is C. Constant. And the range is C. Range എന്ന് പറയുന്നത് ഇവിടെ f of x equal to 3. Range is C എന്നാണ് പറയുന്നത്. Range is C എന്ന് പറയുന്നത്. Range is C. Set C. Range is set C. ഇപ്പോ എക്സാമിനേഷന് എങ്ങനെയാ വരാന്ന് വെച്ചാല് ഇതിന്റെ f of x എഴുതാൻ ചോദിക്കാം. ഇതിന്റെ അല്ല, ഇനി വരാൻ പോകുന്നത് ദി മോഡുലസ് ഫംഗ്ഷൻ വരുന്നുണ്ട്, സിഗ്നം ഫംഗ്ഷൻ ഒക്കെ വരുന്നുണ്ട്. ചിലപ്പോ റഫ് സ്കെച്ച് ചെയ്യാൻ പറയും, ഡ്രോ ദി റഫ് സ്കെച്ച് ഓഫ് ഐഡന്റിറ്റി ഫംഗ്ഷൻ. അതിനേക്കാൾ വലിയ വലിയ ആൾക്കാർ വരാനുള്ളത് കൊണ്ട് ഇവരൊക്കെ ഇങ്ങനെ ബാക്കിലായിട്ടായിരിക്കും ഇരിക്കുക പരീക്ഷയ്ക്ക്. നമുക്ക് ഇനി കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുള്ളത് ഐഡന്റിറ്റി ഫംഗ്ഷൻ, കോൺസ്റ്റന്റ് ഫംഗ്ഷൻ, polynomial function, signum function, modulus function, rational functions, greatest integer functions ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പരീക്ഷാ പേപ്പറിൽ എപ്പോഴും ഈ ഭാഗത്തു നിന്ന് കാണുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് write down the rough sketch of signum function, write down the range of signum function, draw the rough sketch of the modulus function. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് എക്സാമിനേഷന് കൂടുതലായിട്ട് വരാനുള്ളത്. ഈ മോഡുലസ് ഞാൻ അതിലേക്ക് ജസ്റ്റ് അതല്ല, അത് അവസാനമാണ് വരുന്നത് എങ്കിലും ചുമ്മാ ഇപ്പൊ മോഡുലസ് എന്ന് പറഞ്ഞപ്പോ എനിക്ക് അത് കേൾക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ചോദിക്കുകയാണ്, എന്താണ് ഈ മോഡുലസ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ? എന്താണ് മോഡുലസ്? കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു വാക്ക്? ഐഷ കേട്ടിട്ടുണ്ടോ മോഡുലസ്? കേട്ടിട്ടുണ്ട് അല്ലേ? ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട് ഐഷ അല്ലേ? അപ്പൊ അതെന്താണ്? അതിനെ കുറിച്ചൊന്ന് ഐഷ സംസാരിച്ചേ. മോഡുലസ് എന്ന് പറഞ്ഞാല് a plus ib. അവിടേക്ക് പോലെ എന്റെ പൊന്നെ, ഞാൻ വിചാരിച്ച് കോംപ്ലക്സ് നമ്പർ, ഞാൻ അങ്ങനെ ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. കോംപ്ലക്സ് നമ്പർ പഠിപ്പിച്ചു. ഞാൻ പറയുന്നത് കുഞ്ഞു കുട്ടിയായിട്ട് സംസാരിക്കാൻ, ഒരു 10ാം ക്ലാസ്, ഒരു 8ാം ക്ലാസ്സിലെ കൊച്ചായിട്ട് സംസാരിച്ചാൽ മതി ഇവിടെ. ഓക്കെ, 8ാം ക്ലാസ്സിലേക്കോ 9ാം ക്ലാസ്സിലേക്കോ തിരിച്ചു പോവാം. ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ്. ജയശങ്കർ, മിനിഹ പോവാൻ സമയമായോ? എനിക്കറിയാം. കൃഷ്ണ, ആർക്ക പിന്നെ? അപ്പൊ അവരൊന്ന് പോയിക്കോ, ഞങ്ങൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുള്ളൂ കേട്ടോ. ഓക്കെ, പറഞ്ഞോളൂ ആയിഷ. മോഡുലസ് എന്താ മനസ്സിലാക്കി വെച്ചേക്കണേ? പോസിറ്റീവായിട്ട് എടുക്കുന്നതാണ്. എന്ത് പോസിറ്റീവായിട്ട് എടുക്കണം? അത് ഞാനെങ്ങനെ പറഞ്ഞുതരാം? ഞാൻ ചോദിച്ചിട്ട് ഇങ്ങോട്ടന്നെ ഒരു ചോദ്യം ചോദിച്ചു എങ്ങനെ ചെയ്യാമോ? മോഡുലസ് ഇപ്പൊ -1 ആണെങ്കിൽ മോഡുലസ് ആലോചിച്ചിരുന്നു. ആലോചിക്കേ കൃഷ്ണ, പ്രദീപ്. മോഡുലസിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? സെയിം ആയിട്ട് പോസിറ്റീവ് തന്നെ ആയിട്ട് എടുക്കണത്. പോസിറ്റീവ് ആയിട്ട് തന്നെ എടുക്കണത്. എക്സാമ്പിൾ സഹിതം പറഞ്ഞു. ഇപ്പോ മോഡുലസ് ഓഫ് -6 എന്ന് പറഞ്ഞ 6 ആണ്. മോഡുലസ് 6 എന്ന് പറഞ്ഞാല് -6 ആണോ? അല്ല. മനസ്സിലായി, എനിക്ക് മനസ്സിലായി. ഓക്കെ,
ക്ലാസ് ഉണ്ട്. നമ്മൾ പഠിക്കേണ്ടായി മോഡുലസ് -3 എന്ന് പറഞ്ഞാൽ 3 ആണ്. മോഡുലസ് -7 എന്ന് പറഞ്ഞാൽ 7 ആണ്. അപ്പൊ നമുക്കിവിടെ മോഡുലസ് എക്സിനെ 2 ബ്രാഞ്ചായിട്ട് മാറ്റാം. 2 ബ്രാഞ്ചായിട്ട് നമുക്ക് മോഡുലസ് എക്സിനെ മാറ്റാം. മോഡുലസ് എക്സിന് 2 ബ്രാഞ്ച് ഉണ്ട്. ഏതൊക്കെയാണ് ആ 2 ബ്രാഞ്ച്? അശ്വിൻ സാർ ക്ലാസ് ഉണ്ട്, ലീവ് ചെയ്തോട്ടെ. ആരാ? നിഖിൽ രാജ്. നിഖിൽ രാജ് പോവാണോ? ആ ക്ലാസ് ഉണ്ട്. നമുക്ക് വിഷമാവില്ല പോകുമ്പോ. നിഖിൽ രാജ് എവിടെ പഠിക്കണേ? ഭാരതീയ വിദ്യാഭവൻ. ഭാരതീയ വിദ്യാഭവൻ കൊടുങ്ങല്ലൂർ. അതെ. ആ അടിപൊളി. അപ്പൊ ഇതൊക്കെ മോൻ കേട്ടോളേ. നിങ്ങൾക്ക് ഇപ്പൊ സ്കൂളിൽ ഏത് ചാപ്റ്റർ എടുക്കണേ? നിഖിൽ രാജ് പോവാൻ വരട്ടെ. അവസാനമായ ഒരു ചോദ്യം പറഞ്ഞോ നിഖിൽ രാജ്. റിലേഷൻസ്. റിലേഷൻ സെറ്റ് കഴിഞ്ഞു. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എടുക്കുന്നു. അതെ. ഫസ്റ്റ് പീരീഡ് ഏതാണ്? ഇപ്പൊ ഏതാ പീരീഡ്? ഏതാ സ്കൂളിൽ ഇപ്പോ? ഫിസിക്സ്. ഫിസിക്സ്. ഓക്കെ ഓക്കെ ഓക്കെ. Then മോഡുലസ് എക്സിന്റെ 2 ബ്രാഞ്ച്. അശ്വന്തിന് ചാൻസ് കിട്ടിയിരിക്കുന്നു. അശ്വന്ത് പറഞ്ഞോളൂ. മോഡുലസിന്റെ 2 ബ്രാഞ്ചാണ് നമുക്ക് വേണ്ടത്. പറയാൻ പറ്റുമോ? അറിയില്ല. അറിയില്ല. അഭിനവേയം സർ. മോഡുലസ് എക്സ് പോസിറ്റീവ് ആണെങ്കിൽ എക്സ് തന്നെ വരും. എക്സ് നെഗറ്റീവ് ആണെങ്കിൽ ആൻസർ -x. അല്ല, 2 ബ്രാഞ്ച് ഉണ്ട്. 2 ബ്രാഞ്ചുകൾ വരണല്ലോ എപ്പോഴും. 2 ബ്രാഞ്ച് ഏതാണെന്നാണ് ആ ബ്രാഞ്ചിന്റെ പേര്? സർ മനസ്സിലായില്ല. മോനെ മോഡുലസ് എക്സിന് 2 ബ്രാഞ്ച് ഉണ്ടെന്ന് പറഞ്ഞു. ആ ബ്രാഞ്ചുകളുടെ പേര് അറിയില്ല സർ. ഒരെണ്ണം +x, ഒരെണ്ണം -x. +x എന്ന് പറഞ്ഞാല് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇവിടെ ലെസ് ദാൻ 0 ആണ്. എന്നാ ഞാൻ മോഡുലസ് ഫംഗ്ഷൻ തന്നെ ഇപ്പൊ എടുക്കാം. കുഴപ്പമില്ല, എഴുതിക്കോ. ദി മോഡുലസ് ഫംഗ്ഷൻ. ദി മോഡുലസ് ഫംഗ്ഷൻ. ദി മോഡുലസ് ഫംഗ്ഷൻ. ഇമ്പോർട്ടന്റ് ആണ് ദി മോഡുലസ് ഫംഗ്ഷൻസ്. The modulus function is very important. Diagram ഒക്കെ വളരെ important ആണ്. Draw the rough sketch. The function f from r tends to r. The function f from r tends to r. The function f from r tends to r. F from r tends to r. The function f from r tends to r. Defined by f of x equal to defined by f of x equal to modulus x. Defined by f of x equal to modulus x. Defined by f of x equal to modulus x. For each x belongs to R, for each x belongs to R, for each x belongs to R, for each x belongs to R is called the modulus functions. Is called the modulus function. 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 സാധാരണ രീതിയിൽ മോഡുലസ് എന്ന് പറഞ്ഞാൽ മതിട്ടാ. ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ ബോറടിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് കോൾഡ് ദി മോഡുലസ് എന്നൊക്കെ പറയണത്. മോഡുലസ് എന്ന് പറഞ്ഞാൽ മതിട്ടോ. കോൾഡ് ദി മോഡുലസ് ഫംഗ്ഷൻ. ഈസ് കോൾഡ് ദി മോഡുലസ് ഫംഗ്ഷൻ. അപ്പൊ ഇവിടെ f of x equal to modulus x ആണ്. ഇനി 2 ബ്രാഞ്ച് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ f of x equal to ഇങ്ങനെ കേട്ടോ. f of x equal to x. x greater than or equal to 0. x greater than or equal to 0. Minus x. x less than 0. Minus x. x less than 0. ഇപ്പൊ ഗ്രാഫ് എങ്ങനെ വരാൻ നോക്കൂ. ഗ്രാഫ് അടിപൊളി ഗ്രാഫ് ഒരു ബി ഷേപ്പിലായിരിക്കും ഗ്രാഫ് വരാം കേട്ടോ. ബി ഷേപ്പിലാണ് ഇതിന്റെ ഗ്രാഫ് വരാം. ശ്രദ്ധിക്കാട്ടോ. ഇത് നോക്കിയാൽ മനസ്സിലാവും. എക്സ് വൈ എക്സ് ഡാഷ് വൈ ഡാഷ് 0 1 2 3 4 1 2 3 4 -1 -2 -3 -4 -1 -2 സ്പേസ് ഇല്ലാത്ത ആളാണ് ഞാൻ ചെയ്യാത്തത്. ശ്രദ്ധിക്കാട്ടോ. ശ്രദ്ധിക്കാൻ മക്കളെ.
എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇവിടെ വരുന്ന എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇവിടെ വരുന്നത് ഈ സീറോന് ഇങ്ങോട്ട് വരുന്നത് പോസിറ്റീവ് കേസും ലെസ് ദാൻ സീറോ നെഗറ്റീവ് ആണ് അല്ലെ. ലെസ് ദാൻ സീറോ. അപ്പോ ഞാൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എക്സിന് 1 കൊടുത്താൽ എന്താ സാധനം 1 തന്നെ കിട്ടി. മോഡുലസ് 1 ഈക്വൽ ടു 1. അപ്പൊ 1 അല്ലെ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡുലസ് എക്സ് അല്ലെ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡുലസ് എക്സ് എന്ന് പറഞ്ഞു. മോഡുലസ് എക്സ് 1 ഇട്ടപ്പോ 1 തന്നെ കിട്ടി. -1 കൊടുത്താലും എന്തെന്നെ കിട്ടും. -1 കൊടുത്താലും എന്തെന്നെ കിട്ടി. -1 അല്ലെ. എക്സിന് -1 കൊടുത്തു. എക്സിന് -1 കൊടുത്താലും വൈക്ക് 1 തന്നെയാണ് വരിക. ഇവിടെ 2 കൊടുത്തപ്പോ ഇവിടെ 2. എക്സിന് -2 കൊടുത്താലും -3 കൊടുത്താൽ 3. എവിടെയും 3 കൊടുത്താൽ 3. 0 0. അപ്പൊ ഇങ്ങനെ ഗ്രാഫ് ഇങ്ങനെ വരും. റഫ് സ്കെച്ച് ആവുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഇതുണ്ടാവും. ഗ്രാഫ് മിറർ ഇമേജ് ആയിരിക്കും. മിറർ ഇമേജ് ഈ ഭാഗത്ത് എന്ത് സംഭവിക്കുന്നു അത് തന്നെയായിരിക്കും ഇവിടെയും ഈ ഭാഗത്തും സംഭവിക്കാം. മിറർ ഇമേജ് കണ്ണാടി പോലെ അല്ലെ. മിറർ നമ്മളുടെ മുഖം നമ്മൾ രാവിലെ കുളി കഴിഞ്ഞ് നമ്മൾ കണ്ണാടിയിൽ നോക്കും. ചില കുട്ടികൾ നോക്കും എന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കും. വേറെ ആരും മുഖം വരില്ല, നമ്മുടെ തന്നെ വരുള്ളൂ. അപ്പോ അന്ന് പറഞ്ഞ പോലെ ഇതിന്റെ മിറർ ഇമേജ് ആയിരിക്കും ഇവിടെ. ഇതിനെ നമുക്ക് വിളിക്കാം മോഡുലസ് എക്സ് എന്ന് വിളിക്കാം. ഇത് y ഈക്വൽ ടു എക്സ് ആയിരിക്കും. ഇത് y ഈക്വൽ ടു മൈനസ് എക്സ് ആയിരിക്കും. കാരണം മോഡുലസ് എക്സ് എന്ന് പറയുമ്പോൾ ആധികാരികമായി നമുക്ക് പറയാൻ സാധിക്കണം മോഡുലസ് എക്സ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡുലസ് എക്സ്. രണ്ട് ബ്രാഞ്ച് ഉണ്ട്, മൈനസ് എക്സ് ആൻഡ് പ്ലസ് എക്സ്. പ്ലസ് എക്സ് ബിക്കംസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. മൈനസ് എക്സ് എന്ന് പറയുന്നത് എക്സ് ലെസ് ദാൻ 0. അപ്പൊ എക്സ് ഗ്രേറ്റർ ദാൻ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഞാൻ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചുമ്മാ കാണിച്ചു തന്നു. ഇതൊന്നും വേണ്ട, ചുമ്മാ ഇങ്ങനെ ഒരു വേ ഷേപ്പ് ആണ് വരച്ചാണ്. ഇവിടെ നെഗറ്റീവ് വരുമ്പോഴും അത് പോസിറ്റീവ് ആകുമെന്നുള്ള തെളിവാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ മിറർ ഇമേജ് ആണ് ഇവിടെ വരിക. 1 കൊടുക്കുമ്പോൾ 1, 2 കൊടുക്കുമ്പോൾ 2, 3 കൊടുക്കുമ്പോൾ 3, 4 കൊടുക്കുമ്പോൾ 4, -1 കൊടുക്കുമ്പോൾ 1, -2 കൊടുക്കുമ്പോൾ 2, -3 കൊടുക്കുമ്പോൾ 3. അതൊന്ന് ഇതാക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നു ഇതൊരു വി ഷേപ്പിലാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിലുപരിയായിട്ട് ഇതൊരു മിറർ ഇമേജ് ആണ് എന്ന് പറയാൻ സാധിക്കും. ഇത് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. മൈനസ് എക്സ് അല്ലെ. മൈനസ് എക്സ് നമുക്കറിയാം എക്സ് ലെസ് ദാൻ 0 എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇതൊന്ന് വരച്ച് ഭംഗിയാക്കി വെക്കണം. ക്ലിയർ അല്ലേ? വരച്ചു വെക്കും മക്കളെ, വരച്ചു വെക്കും. ഈ ഗ്രാഫിക് പരീക്ഷയ്ക്ക് വരാറുണ്ട്. ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ ചോദ്യം വരുന്നത് ഡ്രോ ദ റഫ് സ്കെച്ച് ഓഫ് മോഡുലസ് ഫംഗ്ഷൻ എന്നാണ്. പരീക്ഷയ്ക്ക് വരാറുണ്ട്. പരീക്ഷയ്ക്ക് വരുന്നത് ഡ്രോ ദ റഫ് സ്കെച്ച് ഓഫ് ദി മോഡുലസ് ഫംഗ്ഷൻ. പിന്നെ ചിലപ്പോൾ ചോദിക്കാം 1 മാർക്കിലൊക്കെ ഉള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിന്റെ എഫ് ഓഫ് എക്സ്. അപ്പൊ നമ്മൾ എഴുതി വെക്കും എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡുലസ് എക്സ്. അതിനടിയിൽ എഴുതി വെക്കും എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 മൈനസ് എക്സ് ലെസ് ദാൻ 0 എന്ന് നമ്മൾ എഴുതി വെച്ച് മാർക്ക് മേടിക്കും. അപ്പോൾ ഇത്രയ്ക്ക് അതിനകത്ത് വരാറുള്ളൂ. ഇനി ഉണ്ട് കേട്ടോ. ഞാൻ മോഡുലസ് ഫംഗ്ഷൻ അല്ല എടുക്കാൻ പോയത്. ഞാൻ പറഞ്ഞു പിടിച്ചു വന്നപ്പോൾ മോഡുലസ് ഫംഗ്ഷനിലേക്ക് പോയതാണ്. പിന്നെ അതുമല്ല, അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് അതിലേക്ക് ചർച്ച ചെയ്തു. ഇനി പോളിനോമിയൽ ഫംഗ്ഷൻ എടുക്കാന്ന് വിചാരിച്ചായിരുന്നു. പോളിനോമിയൽ ഫംഗ്ഷൻ ഒന്നും അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതല്ല. പിന്നെ അത് ചെറിയ ക്ലാസ്സിലൊക്കെ പോളിനോമിയൽ എന്നുള്ള വാക്കൊക്കെ കേട്ടത് കൊണ്ട് +1 സംബന്ധിച്ചിടത്തോളം സിഗ്നം ഫംഗ്ഷൻ, മോഡുലസ് ഫംഗ്ഷൻ, ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ ഒക്കെയാണ് പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങൾ. അതൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിക്കണം. അപ്പൊ ശ്രദ്ധിക്കുക, ഗ്രാഫ് വരച്ചിട്ടുണ്ടാവും. അപ്പോ ഇന്ന് നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതിവേഗതയിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ ക്ലാസ്. ശ്രദ്ധിക്കാം, ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങളില് ഒന്നാമത്തെ ചോദ്യം തന്നെ ഡിവിസിബിൾ സംബന്ധിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ. ഡിവിസിബിളിനെ ബി ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ എ എന്ന് പറയുന്ന ഒരു ചോദ്യവുമായിട്ടായിരുന്നു നമ്മളുടെ ക്ലാസ് ഇന്ന് തുടക്കത്തിൽ പറയേണ്ടായത്. അത് കുട്ടികൾ പലരും മനോഹരമായി പറഞ്ഞു. അതിനുശേഷം എ ബി സച്ച് ദാറ്റ് എ ബി ബിലോങ്സ് ടു ഇസഡ്, എ മൈനസ് ബി ഈസ് ആൻ ഇന്റിജർ എന്ന് പറഞ്ഞിട്ട് ഡൊമൈനും റേഞ്ചിന്റെയും
മറ്റൊരു ചോദ്യം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ സാധിച്ചു. അതും നിങ്ങൾ പറയുന്നു ഡൊമൈൻ എന്ന് പറയുന്നത് Z ആണെന്നും റേഞ്ച് എന്ന് പറയുന്നത് Z ആണെന്നും നിങ്ങൾ പറയണ്ടായി. അതിനുശേഷം മറ്റൊരു ഹോംവർക്കിലെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടിപ്പിക്കൽ ക്വസ്റ്റ്യനുമായിട്ടായിരുന്നു നമ്മൾ എത്തിയത്. ദ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് A cross A has 9 elements among which are found -1 0 and 0 1 എന്നുള്ള ചോദ്യത്തിന് കൃത്യമായിട്ട് നമുക്ക് ഐഷ ആധികാരികമായി നമുക്ക് സംസാരിച്ച് അതിന്റെ ആൻസർ തരികയുണ്ടായി. എ എന്ന് പറയുന്ന സെറ്റ് -101 എന്ന് പറയുകയും അതർ ആയിട്ടുള്ള അല്ലെങ്കിൽ റിമൈനിങ് എലമെന്റ്സ് ഓഫ് A cross A കൃത്യമായി നമ്മൾ എഴുതി പഠിക്കുകയുണ്ടായി. അതിനുശേഷം ഫംഗ്ഷൻസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അശ്വന്ത് വേണു ഫംഗ്ഷൻസിനെ കുറിച്ച് കൃത്യമായുള്ള വിവരങ്ങൾ നമുക്ക് പാസ് ചെയ്തു തന്നു. 1 and only 1 image എന്ന കൃത്യതയോടുകൂടിയുള്ള ഉത്തരം അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നു. If f is a function from A to B, AB belongs to F, then f of A equal to B, where B is called the image of A under F and A is called the pre-image of B under F എന്നുള്ള മറ്റൊരു ഡെഫിനേഷനിലേക്കും അല്ലെങ്കിൽ ഒരു നോട്ടിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിച്ചു. അതിനുശേഷം സം ഫംഗ്ഷൻസ് ആൻഡ് ഗ്രാഫ്സിലേക്കാണ് നമ്മൾ നേരിട്ട് പോയത്. സം ഫംഗ്ഷൻസ് ആൻഡ് ഗ്രാഫ്സ് എന്ന് പറയുമ്പോൾ ഐഡന്റിറ്റി ഫംഗ്ഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഞാൻ ഒറ്റയ്ക്കല്ല ഞാൻ ക്ലാസ് എടുത്തിരിക്കുന്നത്, നമ്മൾ ഒരുമിച്ച് എല്ലാവരും കൂടിയിട്ടാണ് ക്ലാസ് എടുത്തിരിക്കുന്നത്. ഐഡന്റിറ്റി ഫംഗ്ഷനെ കുറിച്ച് ചർച്ചകളിലൂടെ നമ്മൾ മനസ്സിലാക്കി. ഐഡന്റിറ്റി ഫംഗ്ഷന്റെ f of x എന്ന് പറയുന്നത് f of x equal to x ആണ് എന്ന് പറയുകയും ഐഷ ചോദിക്കുകയും ചെയ്തു എങ്ങനെയാണ് അത് ഒറിജിനിലൂടെ അത് സ്ട്രെയിറ്റ് ലൈൻ കടന്നു പോകുന്നത് എന്ന് കൃത്യമായിട്ട് ഐഷ നമ്മളോട് ചോദിച്ചു. അതിന് വിശദീകരണം കൊടുക്കുകയും എല്ലാ കുട്ടികൾക്കും ഐഡന്റിറ്റി ഫംഗ്ഷൻ മനസ്സിലാക്കാൻ സാധിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്തത് കോൺസ്റ്റന്റ് ഫംഗ്ഷനെ കുറിച്ചായിരുന്നു. കോൺസ്റ്റന്റ് ഫംഗ്ഷനെ കുറിച്ച് ചോദിച്ചപ്പോൾ വ്യത്യസ്തങ്ങളായ പല ഉത്തരങ്ങളും നമുക്ക് ലഭ്യമാക്കാൻ സാധിച്ചു. അപ്പോൾ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് f of x equal to c ആണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ലഭ്യമായി. അതിനുശേഷം നമ്മൾ മൊത്തത്തിൽ പറഞ്ഞപ്പോൾ യാദൃശികമായിട്ടായിരുന്നു മോഡുലസ് ഫംഗ്ഷനിലേക്ക് എത്തിപ്പെട്ടത്. അങ്ങനെ നമ്മൾ മോഡുലസ് ഫംഗ്ഷന്റെ ഗ്രാഫും വരച്ചു. മോഡുലസ് ഫംഗ്ഷന്റെ f of x എന്താണെന്ന് നമ്മൾ പറഞ്ഞു. f of x equal to modulus x ആണ്. മോഡുലസ് എക്സിന്റെ 2 ബ്രാഞ്ച് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. പ്ലസ് എക്സ് ഉണ്ടെന്നും മൈനസ് എക്സ് ഉണ്ടെന്നും പറഞ്ഞു. പ്ലസ് എക്സ് എന്ന് പറയുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെന്നും മൈനസ് എക്സ് എന്ന് പറയുന്നത് എക്സ് ലെസ് ദാൻ 0 ആണെന്നും നമ്മൾ മനസ്സിലാക്കുകയും ഒരു വി ഷേപ്പ് പ്രകാരമുള്ള ഒരു ഗ്രാഫ് നമ്മൾ സെറ്റ് ആക്കുകയും ഞാൻ വളരെ വ്യക്തമായിട്ട് നിങ്ങളോട് പറഞ്ഞു ഒരു മിറർ ഇമേജ് ആണ് മോഡുലസ് ഫംഗ്ഷന് ഉണ്ടാവുക എന്നുള്ളതും ഞാൻ നിങ്ങളോട് സംസാരിച്ചു. ഇത്രയുമൊക്കെയാണ് പ്രാധാന്യം നിറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടാലോ? ഓക്കെ ആണോ? ഓക്കെ, താങ്ക് യു. Thank you, sir. Thank you, sir. Thank you, sir. Thank you, sir.